ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാർ പി എസ് സിയുടെ മറ്റൊരു ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലൈമറ്റിൻ്റെ തന്നെ പാർട്ട് 5 ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിരുന്നത് വേൾഡ് ക്ലൈമറ്റിൻ്റെ ഒരു മൺസൂണൽ ആസ്പെക്റ്റിനെ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യൻ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ഇൻഫർമേഷൻസ്, ഇന്ത്യൻ മൺസൂണിനെ അഫക്റ്റ് ചെയ്യുന്ന പല തിയറീസ് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല തിയറീസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടതും എന്നാൽ അല്ലാതെയും നേരിട്ടും അല്ലാതെയും ഇപ്പോൾ ഇന്ത്യൻ മൺസൂണുമായിട്ടോ ഇന്ത്യൻ ക്ലൈമറ്റുമായിട്ടോ ഒക്കെ നേരിട്ടും അല്ലാതെയും അഫക്റ്റ് ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളെയും മറ്റുമൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത് ജനറലിയും ചോദ്യം വരാറുണ്ട്. ഇന്ത്യൻ മൺസൂണിനെ കൺസിഡർ ചെയ്തിട്ടും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു ഡിഗ്രി തല എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. 10th +2 ലെവൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇന്ന് ഈ ഒരു ഡിസ്കഷനിലേക്ക് ഒരുപാട് ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ട ആവശ്യകത വരുന്നില്ല. ഡിഗ്രി ലെവലുകാർക്ക് അങ്ങനെയല്ല. യു ഹാവ് ടു ഗോ ഡീപ്പർ നൗ ഡേയ്സ്. പ്രത്യേകിച്ച് ഇന്നത്തെ ആ ഒരു മാറിയ എക്സാം പാറ്റേൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ മറ്റൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടാണ്ട് നേരെ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോകാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ ചില ചോദ്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ആ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ ഏതാണ്, ടോപ്പിക് ഏതാണ് എന്നുള്ളത്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ, എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്താണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്ക് കിഴക്കൻ ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നതാണ് പറയുന്നത്. അപ്പോൾ തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയാണ്. തെക്ക് സൗത്ത് അമേരിക്ക, ആഫ്രിക്ക എന്ന് പറയുന്നത് എസ്. അപ്പോൾ ഇതിൽ ഏത് പ്രദേശത്തെയാണ് എൽനിനോ പ്രതിഭാസം പ്രാഥമികമായി ബാധിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഈ ഒരു ചോദ്യത്തിനകത്ത് ഉൾപ്പെട്ടിരുന്ന കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കേണ്ടതുണ്ട് എൽനിനോ ആരെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് എന്തായാലും ഇന്ന് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ എൽനിനെ പറ്റിയിട്ടുള്ളൊരു വിശദാംശം തന്നേക്കുവാണ്, നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, The Indian monsoon is a complex system influenced by various factors. Which of the following teleconnections, apart from El Nino, significantly impact the Indian monsoon rainfall? Indian monsoon എന്ന് പറയുന്നത് കേവലം ഒരു അൺഈവൻ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് എർത്ത് ആൻഡ് ഓഷൻ മാത്രമല്ല, അതിന് മറ്റ് പല ഗ്ലോബൽ ഫിനോമിനാസും എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഗ്ലോബൽ ഫിനോമിനാസാണ് ഇന്ത്യൻ മൺസൂണിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. എൽനിനോയ്ക്ക് പുറമെ ആർട്ടിക് ഓസിലേഷൻ, നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ, ഓൾ ഓഫ് ദി എബോവ്. ഇപ്പം ഇങ്ങനൊരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉത്തരം എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഓൾ ഓഫ് ദി എബോവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ ഇവിടെയും ഉത്തരം ഓൾ ഓഫ് ദി എബോവ് തന്നെയാണ്. ആർട്ടിക് ഓസിലേഷനും നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷനും അതുപോലെ ഇന്ത്യൻ ഓഷൻ ഡൈപോളും എന്നിവയെല്ലാം തന്നെയും ഇന്ത്യയിലെ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. Along with this, El Nino is also influencing Indian monsoon. അതുകൊണ്ടാണ് ഇന്ത്യൻ മൺസൂണിനെ ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. ഒരുപാട് ഘടകങ്ങളാൽ പ്രേരിതമായതാണ് ഇന്ത്യൻ മൺസൂൺ എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഒരു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കണക്കിന് നല്ലതാണ്. ഇതിലേതെങ്കിലും 1-2 കണ്ടീഷൻസ് ദുർബലമായാൽ മറ്റ് 2 കണ്ടീഷൻസിൻ്റെ പ്രബലത്തോടു കൂടി നമുക്ക് മഴ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഇൻ എ സെൻസ് ബെനിഫിഷ്യൽ ഫോർ അസ്. മാത്രമല്ല ഒരു തരത്തിൽ നോക്കുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ത്യൻ മൺസൂൺ ഇന്ത്യനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ലാതെ ഗ്ലോബലി നടക്കുന്ന പല പ്രതിഭാസങ്ങളെയും ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഗ്ലോബലി നടക്കാൻ പോകുന്ന വ്യത്യാസങ്ങൾ ഇന്ത്യയിൽ കിട്ടുന്ന മഴയെ സ്വാധീനിക്കും. മഴ കൂടുന്നതിനും കുറയുന്നതിനും ഒക്കെ അത് കാരണം ആകുമെന്നുള്ളതും ഒരു വാസ്തവമായ ഘടകം തന്നെയാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്കിവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതും കാണാൻ പറ്റും. ബട്ട് എനി ഹൗ നമുക്ക് നോക്കാം ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ ഇന്ന് ശരിക്കും പറയുമെങ്കിൽ ഈ കാണുന്നവരെയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ അടുത്തിടെ നടന്ന ചില പത്രവാർത്തകളേക്ക് ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ 2023 ആ ഒരു വർഷത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യം, പോസിറ്റീവ് IOD ക്യാൻ എനേബിൾ എ നോർമൽ ഇന്ത്യൻ മൺസൂൺ. നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ ആംപ്ലിഫൈസ് അപ്ലാൻഡ് റെയിൻഫോൾ. ഇതൊക്കെ പത്രത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഒരു പോസിറ്റീവ് IOD. എന്താ IOD എന്ന് പറയുന്നത്? IOD എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചോദ്യത്തിൽ നിങ്ങൾ കണ്ട ഇന്ത്യൻ ഓഷൻ ഡൈപോളിനെയാണ് IOD എന്ന് വിളിക്കുക. കണ്ടോ, ദ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ഈസ് വോട്ട് വി കോൾ ആസ് IOD. ഇന്ത്യൻ ഓഷൻ ഡൈപോളിനെയാണ് IOD എന്ന് വിളിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് IOD ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ മൺസൂണിനെ അത് എനേബിൾ ചെയ്യുന്നു, ഇന്ത്യൻ മൺസൂൺ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻസ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതാണ്. നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ ഇന്ത്യയിൽ കിട്ടുന്ന മഴയെ ആംപ്ലിഫൈ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർത്തകൾ കിടക്കുവാണ്. അത് വരുന്നത് കൊണ്ട് ഇത്തവണ നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ ആംപ്ലിഫൈ ചെയ്തു ഇന്ത്യൻ മൺസൂണിനെ എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കിടക്കുന്നു. അതുപോലെ ഇമ്പാക്റ്റ് ഓഫ് ആർട്ടിക് ഓസിലേഷൻ ഓൺ ദി ഈസ്റ്റ് ഏഷ്യൻ ക്ലൈമറ്റ്. ഇന്ത്യയിലെ എന്നല്ല, ഈസ്റ്റ് ഏഷ്യ കിഴക്കേ ഏഷ്യയുടെ
അല്ലെങ്കിൽ തെക്കു കിഴക്കൻ ഏഷ്യയുടെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഇമ്പാക്റ്റ് ഓഫ് ആർട്ടിക് ഓസിലേഷൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു റിവ്യൂ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നിലധികം വസ്തുതകൾ ഇന്ത്യയിലെയും സൗത്ത് ഏഷ്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് എൽ നിനോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇറ്റ് ഈസ് എ വാം ഓഷൻ കണ്ടീഷൻ. It is indicated by sea surface temperature increasing of more than 10 degrees Celsius. The El Nino was originally used by fishermen of northern Peru. The timing and intensity of El Nino events never vary widely. ഒരിക്കലും അത് മാറില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നിരിക്കുകയാണ്. ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഉത്തരമായിട്ടും വരേണ്ടത് ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. വാം ഓഷൻ കണ്ടീഷനാണോ? 10 ഡിഗ്രിയിൽ കൂടുതൽ ഓഷൻ ടെമ്പറേച്ചറിൽ വർധനവ് വരുന്ന കണ്ടീഷനാണോ? ഫിഷർമെൻ ആണോ? നോർത്തേൺ പെറുവിലുള്ള ഫിഷർമെൻസ് ആണോ ഇത് കൂടുതലും യൂസ് ചെയ്തിരുന്നത്, ഈ എൽ നിനോ എന്ന പേര് ഉപയോഗിച്ചിരുന്നത്? ഇതൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. പൂർണ്ണമായും എൽ നിനോനെ ബേസ് ചെയ്തിട്ട് മാത്രമുള്ളൊരു ചോദ്യം. 2023 തന്നെ വന്നൊരു മറ്റൊരു ചോദ്യമാണ്. എൽ നിനോ പൊതുവെ PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ. വളരെയധികം ഇഷ്ടമുള്ള, വളരെയധികം പ്രിയമുള്ളൊരു ഏരിയയാണ് നമ്മുടെ എൽ നിനോ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഏരിയ. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു കട്ടിങ്ങാണ് അത്. എൽ നിനോയും ഇന്ത്യൻ മൺസൂണും എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഒരു മേഖല. ഇതിനകത്തും ദ കറണ്ട് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഓൺ ദി പെറൂവിയൻ കോസ്റ്റ് ബൈ 10 degrees Celsius എന്നുള്ളൊരു പരാമർശം തന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇറഗുലാരിറ്റീസ് ഇൻ ദി ഓഷൻ ഇവോപ്പറേഷൻ, റിഡക്ഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് പ്ലാങ്ക്ടൻസ്. പ്ലാങ്ക്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ കടലിൽ കാണുന്ന വളരെ ചെറിയ പ്രൊഡ്യൂസേഴ്സും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഈ പറയുന്ന പ്ലാങ്ക്ടൻസ് എന്ന് പറയുന്നത്, ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ അറ്റ്മോസ്ഫിയറിൽ വരുന്ന സർക്കുലേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട്, സർക്കുലേഷൻ മീൻസ് അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനാണ്. അന്തരീക്ഷത്തിൽ ചൂട് കാറ്റും തണുത്ത കാറ്റും തമ്മിലുണ്ടാകുന്ന മിക്സിങ് എപ്പം അത് കാരണം ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇക്വറ്റോറിയൽ റീജിയനിൽ. അതിന് വ്യത്യാസം സംഭവിക്കുന്നുവെന്നും ഒക്കെയാണ് പറയുന്നത് എൽ നിനോ എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് കാരണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇക്വറ്റോറിയൽ റീജിയൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും വരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഇക്വറ്റോറിയൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളെ ഇന്ത്യൻ മൺസൂൺ എന്ന രീതിയിൽ ഇന്ത്യൻ മൺസൂണിലേക്കും സ്വാധീനിക്കപ്പെടുമെന്നതും വ്യക്തമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ പറയുന്ന ഐറ്റംസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് പഠിക്കാം. എൽ നിനോ, സതേൺ ഓസിലേഷൻ ആൻഡ് ദ ഇന്ത്യൻ മൺസൂൺ, അല്ലെങ്കിൽ എൽ നിനോ എന്ന് തന്നെ ഇരിക്കട്ടെ. എൽ നിനോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അരങ്ങേറുന്ന പ്രദേശമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത് പസഫിക് ഓഷനാണ്. സൗത്ത് പസഫിക് ഓഷനിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൽ നിനോ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് സൗത്ത് പസഫിക് ഓഷൻ്റെ ഭാഗമായിട്ട്. സൗത്ത് അമേരിക്ക എന്ന കോണ്ടിനെൻറ്റും ഓസ്ട്രേലിയ എന്ന കോണ്ടിനെൻറ്റുകൾക്കിടയിലായി നടക്കുന്ന ഓഷ്യൻ വാട്ടർ മൂവ്മെൻ്റ് ആണ് എൽ നിനോ എന്ന പ്രതിഭാസത്തിനെ തുടക്കം കുറിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എസ്നോ, ഈ എൽ നിനോ സതേൺ ഓസിലേഷൻ എന്ന് പറയുന്നതിനെ ചുരുക്കനാമമായിട്ട് വിളിക്കുന്നതാണ് എൻസോ. എസ്നോ അല്ലല്ലോ, എപ്പോഴും ഞാൻ മാറിപ്പോവും. എൻസോ, എൽ നിനോ സതേൺ ഓസിലേഷൻ. ഇറ്റ് ഈസ് എ ക്ലൈമാറ്റിക് ഫിനോമിന ദാറ്റ് ഇൻവോൾവ്സ് ദ ഷിഫ്റ്റിംഗ് ഓഫ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് ഓഷൻ. സെൻട്രൽ പസഫിക് അല്ലെങ്കിൽ വെസ്റ്റേൺ പസഫിക്കും ഈസ്റ്റേൺ പസഫിക്കും തമ്മിലുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിനുണ്ടാകുന്ന വ്യതിയാനം കാരണം, അല്ലെങ്കിൽ ആ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന ഒരു ക്ലൈമാറ്റിക് ഫിനോമിനാണ് ഈ എസ്നോ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. ദ ഫിനോമിനൻ ഈസ് റിക്കറിംഗ് ആൻഡ് ക്യാൻ ബി ഒബ്സർവ്ഡ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 3 to 5 years. ഈ ഒരു എൽ നിനോ എന്ന് പറയുന്ന പ്രതിഭാസം, അല്ലെങ്കിൽ എൽ നിന, ലാനിന എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് ഒരു 3 മുതൽ 5 വർഷ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കാണാൻ സാധിക്കുന്ന ഫിനോമിനാസ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ നോക്കാം നമുക്ക്. ഈ എൽ നിനോ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് സതേൺ ഓസിലേഷൻ ഇൻഡെക്സ്, SOI എന്ന് പറയുന്ന ഒരു വാല്യൂ. എന്താണ് SOI? ദ സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് കമ്പയർസ് ദ ടെമ്പറേച്ചർ പ്രഷർ വേരിയേഷൻ ബിറ്റ്വീൻ ദ 3 phases ഇൻ ദ സതേൺ പസഫിക് ഓഷൻ. സതേൺ പസഫിക് ഓഷനിലുള്ള 3 സാഹചര്യങ്ങളിൽ, 3 phases, 3 സാഹചര്യങ്ങളിലെ ടെമ്പറേച്ചർ പ്രഷർ വേരിയേഷൻസിനെ കമ്പയർ ചെയ്യുന്നൊരു സംവിധാനമാണ് സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സതേൺ ഓസിലേഷൻ ഇൻഡെക്സ്? സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? അത് സൗത്ത് പസഫിക് ഓഷനിലാണ്. അവൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ കമ്പയർ ദി ടെമ്പറേച്ചർ പ്രഷർ ഡിഫറൻസസ്, ദ ടെമ്പറേച്ചർ പ്രഷർ വേരിയേഷൻസ് ബിറ്റ്വീൻ ദ 3 phases ഓഫ് എൽ നിനോ. എൽ നിനോയുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 phases പറയാറുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞുതരാം. 3 phases. ആ 3 phasesലുമുള്ള ടെമ്പറേച്ചർ പ്രഷർ വേരിയേഷൻസിനെ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ കമ്പയർ ചെയ്തുണ്ടാക്കുന്നൊരു സൂചികയാണ് നമ്മൾ
സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. എന്താണ് സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്? ഫോർ റെഫറൻസ് വി ടേക്ക് ദ പ്രഷേഴ്സ് അറ്റ് ഡാർവിൻ സിറ്റി. വെസ്റ്റേൺ പസഫിക്കിലും ഈസ്റ്റേൺ പസഫിക്കിലുമുള്ള ഓരോ മേഖലകൾ കമ്പയർ ചെയ്യണമല്ലോ നമുക്ക് എന്തായാലും. സോ വെസ്റ്റേൺ പസഫിക്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന ഏരിയയാണ് ഡാർവിൻ സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഈസ്റ്റേൺ പസഫിക്കിൽ ഈ പ്രഷർ ടെമ്പറേച്ചർ കണക്ഷൻസ് നോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്ഥലമാണ് താഹിത്തി ഐലൻഡ് എന്ന് പറയും. ഇതാണ് താഹിത്തി ഐലൻഡ്. അപ്പോൾ ഈ ഈസ്റ്റേൺ പസഫിക്കിലെ താഹിത്തി ഐലൻഡിലെയും വെസ്റ്റേൺ പസഫിക്കിലെ ഡാർവിൻ സിറ്റിയിലെയും പ്രഷർ ടെമ്പറേച്ചർ കണക്ഷൻസ് ആണ് റെഫറൻസിന് വേണ്ടി പരിഗണിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത് തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല, വേറെ ഏരിയാസും എടുക്കാം, ഇതും എടുക്കുന്നു എന്നുള്ളതാണ്. The Southern Oscillation Index is arrived at by subtracting the pressure on the west from the pressure on the east. വെസ്റ്റേൺ പസഫിക്കിൽ വരുന്ന പ്രഷറിനെ ദ പ്രഷർ അറ്റ് ദ വെസ്റ്റ് മൈനസ് ഈസ്റ്റേൺ പസഫിക്കിൽ വന്നിരിക്കുന്ന പ്രഷർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് SOY എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഈ കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും എൽനിനോ ഉണ്ടാകുമോ ലാനിനെ ഉണ്ടാകുമോ അതോ ഈ രണ്ടും ഉണ്ടാകില്ലയോ എന്ന കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. ഇത്രയുള്ള ഓസിലേഷൻ ഇൻഡെക്സിൽ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെന്ന് കരുതുക. അതായത് വെസ്റ്റേൺ പസഫിക്കിലെ പ്രഷർ ടെമ്പറേച്ചർ പ്രഷറിൻ്റെ വാല്യൂ വെസ്റ്റേൺ പസഫിക്കിലെ പ്രഷറിൻ്റെ വാല്യൂ കുറവും ഈസ്റ്റേൺ പസഫിക്കിലെ പ്രഷറിൻ്റെ വാല്യൂ കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ഉത്തരം എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഇത് ചെറുതും ഇത് വലുതുമാണെങ്കിൽ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആയിരിക്കുമല്ലോ. സോ കിട്ടുന്ന ഉത്തരം നെഗറ്റീവ് ആണ് എങ്കിൽ ഉണ്ടാകാൻ സാധ്യത എന്താണെന്ന് എഴുതിയിരിക്കുന്നത് ഫേസ് എൽനിനോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഫേസസ്. എൽനിനോ സതേൺ ഓസിലേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന 3 ഫേസസ് ഇവന്മാരാണ്. 1 എൽനിനോ ഫേസ്, 2 ലാനിന ഫേസ്, 3 ന്യൂട്രൽ ഫേസ്. ഇതാണ് 3 ഫേസസ്. അപ്പോൾ ഈ 3 ഫേസസിലുമുള്ള വെസ്റ്റേൺ ഈസ്റ്റേൺ പസഫിക് റീജിയനുകളിലെ ടെമ്പറേച്ചർ പ്രഷർ വേരിയേഷൻസിനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ഓസിലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് എന്ന SOY വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആ കണ്ടുപിടിച്ച വാല്യൂവിൻ്റെ സൈൻ നോക്കിയിട്ടാണ് ഏത് പ്രതിഭാസം ഉണ്ടാകും എന്നതിനെ പറ്റിയിട്ടുള്ളൊരു സൂചന നമുക്ക് പറയാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ എന്താണ് പ്രതിഭാസം എന്ന് പരിഗണിക്കാൻ പറ്റുക. ഇപ്പോൾ കിട്ടുന്ന SOY വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുണ്ട്. പ്രഷർ ഓൺ ദി വെസ്റ്റ് ഫ്രം ദി പ്രഷർ ഓൺ ദി ഈസ്റ്റ്. SOY is arrived by subtracting the pressure on the west from the pressure on the east. എഴുതി തിരിഞ്ഞു പോയി. ഇവിടെയാണ് E, ഇവിടെയാണ് W. അതല്ലെങ്കിൽ ഞാൻ നോക്കുന്നത്. യെസ്, പ്രഷർ ഓൺ ദി ഈസ്റ്റ് മൈനസ് പ്രഷർ ഓൺ ദി വെസ്റ്റ് ആണ് വരേണ്ടത്. എങ്കിൽ ഈസ്റ്റിലെ പ്രഷർ കുറവും പിന്നെ ഈസ്റ്റിലെ പ്രഷർ കുറവും. ഫോർ എക്സാമ്പിൾ ഈസ്റ്റിൽ ഇപ്പോൾ PE എന്ന് പറയുന്നത് 5 ATM, ഒരു ATM ഒന്നും വരത്തില്ല, 5 ബാറാന്ന് വെച്ചോ, ചുമ്മാ ഒരു കണക്ക് പറയുന്നതാണ്. വെസ്റ്റിലെ പ്രഷർ എന്ന് പറയുന്നത് 10 ബാറാന്ന് വെച്ചോ. അപ്പോൾ 5 - 10 - 5 എന്നാണ് കിട്ടുക. യെസ്, അപ്പോൾ വെസ്റ്റിലാണ് പ്രഷർ കൂടുതൽ. വെസ്റ്റിലാണ് പ്രഷർ. വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡ്. ഇത് പ്രഷർ കുറവ്, ഇവിടെ പ്രഷർ കൂടുതൽ. ഇതാണ് കണ്ടീഷനെങ്കിലാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം നെഗറ്റീവായിട്ട് വരിക കേട്ടോ. ആ നെഗറ്റീവാണ് SOY ഇൻഡെക്സ്. നിങ്ങൾ അത് ഓർത്തിരുന്നാൽ മതി. എന്തായാലും നിങ്ങളോട് മൈനസ് ചെയ്യാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ SOY വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ഏതാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഫേസ് എൽനിനോ ആണ്. SOYയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. SOYയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ കിട്ടുന്നത് ന്യൂട്രൽ ആയിരിക്കും. പക്ഷേ ലാർജ് പോസിറ്റീവ് ആണെങ്കിൽ വലിയൊരു ഡിഫറൻസ് വരെ നമ്മളുള്ള പ്രഷറിൽ കണ്ടു. പോസിറ്റീവ് ആണ്, പക്ഷേ വളരെ വലിയൊരു പോസിറ്റീവ് സൈനാണ് കണ്ടതെങ്കിൽ അത് ലാനിന. ഓക്കെ, അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് ലാനിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നെഗറ്റീവാണ് സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് എങ്കിൽ അത് എൽനിനോ. പോസിറ്റീവാണ് സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് എങ്കിൽ അത് ന്യൂട്രൽ കണ്ടീഷൻ. ലാർജ് പോസിറ്റീവ് ആണെങ്കിൽ വളരെ വലിയൊരു പോസിറ്റീവ് സംഖ്യയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ലാനിന കണ്ടീഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് എൽനിനോ ലാനിന എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ക്ലിയർ ആണോ? ജസ്റ്റ് നോക്കാം. അപ്പോൾ സതേൺ ഓസിലേഷൻ ഇൻഡെക്സിനെ നിങ്ങളൊന്ന് നോക്കിയിരുന്നേക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 3 ഫേസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പസഫിക് ഓഷനിൽ ഈ പ്രത്യേകിച്ച് സതേൺ പസഫിക് ഓഷനിൽ നമുക്ക് സാധാരണയായി കാണാൻ പറ്റുന്ന ഇക്വറ്റോറിയൽ റീജിയനിൽ കാണാൻ പറ്റുന്ന വിൻഡുകളെയാണ് നമ്മൾ ട്രേഡ് വിൻഡ്സ് എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുക. വിച്ച് ആർ ഈസ്റ്റേർലീസ്. അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നവന്മാരാണ് നമ്മുടെ ട്രേഡ് വിൻഡ്സ് എന്ന് പറയുക. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നവന്മാരാണ് നമ്മുടെ ട്രേഡ് വിൻഡ്സ് എന്ന് പറയുക. ഈ ട്രേഡ് വിൻഡ്സ് ആകർഷിക്കപ്പെടുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആസ് വി നോ ദാറ്റ് എന്താ പറയുക, ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവായതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ നോർമൽ ഇയേഴ്സിലെ കണ്ടീഷൻ
നോർമൽ ഇയേഴ്സിലെ കണ്ടീഷനിൽ ഈ ട്രേഡ് വിൻഡ്സ് സാധാരണഗതിയിൽ നമ്മുടെ എന്താ പറയുക ഈസ്റ്റേൺ റീജിയനിൽ നിന്ന് വെസ്റ്റേൺ റീജിയനിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ട്രേഡ് വിൻഡ്സ് ബ്ലോ ഈസ്റ്റ് ടു വെസ്റ്റ് പൈലിംഗ് അപ്പ് വാം വാട്ടർ ഇൻ ദി വെസ്റ്റേൺ പസഫിക് ഓഷൻ. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് സാധാരണ ട്രേഡ് വിൻഡ്സ് ഉണ്ടാവുകയും ഓഷനിലുള്ള സർഫസിലുള്ള ടെമ്പറേച്ചർ കൂടിയ വാട്ടറിനെ വാം വാട്ടറിനെ വെസ്റ്റേൺ സൈഡിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ട് കാണാൻ പറ്റും. വെസ്റ്റേൺ സൈഡിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാകും. പൈലിംഗ് അപ്പ് വാം വാട്ടർ ഇൻ ദി വെസ്റ്റേൺ പസഫിക് ഫുൾ. ശരിയല്ലേ? വെസ്റ്റേൺ പസഫിക്കിലോട്ട് കൊണ്ടുവരും, ചൂടുവെള്ളത്തെ വെസ്റ്റേൺ പസഫിക്കിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശുകയാണ്. അപ്പം ഈ ഈസ്റ്റേൺ റീജിയൻ ഇവിടെ മുഴുവൻ ചൂടാവുകയാണെങ്കിലും അതിൽ ഈ ട്രേഡ് വിൻഡ്സ് വെസ്റ്റിലോട്ട് വീശുന്നത് കൊണ്ട് തന്നെ ഹോട്ട് വാട്ടറിനെ അത് വെസ്റ്റിലോട്ട് കൊണ്ടുവന്ന് അക്യൂമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ കാണാനായിട്ട് സാധിക്കും നോർമൽ ഇയേഴ്സിൽ. ഇവിടെ ഈ സമയത്ത് കോൾഡ് പെറു കറണ്ട് ആൻഡ് സ്ട്രോങ് അപ്വെല്ലിംഗ് ബ്രിങ് ന്യൂട്രിയൻ റിച്ച് വാട്ടേഴ്സ് ടു ദി സർഫസ്. ഇതേ സമയത്ത് ഈസ്റ്റേൺ പസഫിക് റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഈസ്റ്റേൺ പസഫിക് റീജിയനിൽ തണുപ്പായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ചൂടിനെല്ലാം ട്രേഡ് വിൻഡ്സ് എങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്? വെസ്റ്റേൺ പസഫിക്കിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഈസ്റ്റേൺ പസഫിക് റീജിയൻ എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ് വരുന്ന മേഖലയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെറുവിയൻ കോസ്റ്റും മറ്റുമൊക്കെ, പെറുവിൻ്റെ കോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന അവിടെയാണ്. ആ ഭാഗത്ത് തണുത്ത വെള്ളത്തിൻ്റെ പ്രസൻസും തണുത്ത വെള്ളത്തിൻ്റെ അഭീവലും ഉള്ളത് കാരണം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വെള്ളം താഴെ നിന്ന് മുകളിലോട്ട് കയറുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എക്സലൻ്റ് ആയിട്ടുള്ള ഫിഷിംഗ് കണ്ടീഷൻസും ഡ്രൈ ഡെസേർട്ടിക് കണ്ടീഷൻസും നമുക്ക് ആ സമയത്ത് എവിടെ കാണാം? സൗത്ത് അമേരിക്കൻ നേഷൻസിൻ്റെ ഭാഗമായിട്ട് കാണാം. പ്രത്യേകിച്ച് പെറുവിയൻ കോസ്റ്റ് പോലുള്ള ഇടങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. ദ വെസ്റ്റേൺ പസഫിക് വാം ആയിരിക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ചൂടായിട്ടുള്ള സർഫസ് വാട്ടർ അവിടെ ഇവോപ്പറേഷൻ കൂട്ടുകയും ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ആ ഭാഗത്തേക്ക് മൺസൂൺ കാറ്റുകളെ ആകർഷിക്കുകയും അത്യാവശ്യം മഴ കിട്ടുന്ന കണ്ടീഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് വാം വെറ്റ് കണ്ടീഷൻസ് സപ്പോർട്ടിങ് ഡെൻസ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ഇന്ത്യ പോലുള്ള ഇടങ്ങളിലൊക്കെ അത്യാവശ്യം മഴയൊക്കെ കിട്ടി വെറ്റായിട്ടുള്ള വാം ആയിട്ടുള്ളൊരു കണ്ടീഷൻ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന മെക്കാനിസത്തെ, അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ മെക്കാനിസത്തെയാണ് നമ്മൾ വാക്കർ സെൽ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുക കേട്ടോ. അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന സർക്കുലേഷൻ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് വാക്കർ സെൽ എന്ന് പറയുക. എന്താണ് വാക്കർ സെൽ? ആ വാക്കർ സെല്ലിന് റൈസിംഗ് ലിംബും എന്താ പറയുക ലോവറിംഗ് ലിംബും ഒക്കെ ഉണ്ട്. നമുക്കത് നോക്കി പറഞ്ഞു തരാം. എന്താണ് റൈസിംഗ് ലിംബ്, എന്താണ് ലോവറിംഗ് ലിംബ് എന്നുള്ളത് നോക്കി പറഞ്ഞു തരാം. സംഭവം ഇത്രയേ ഉള്ളൂ. ദ ലോ പ്രഷർ റെയിൻഫോൾ ഓവർ ദി വെസ്റ്റേൺ പസഫിക്. ഇതിനൊരു ഫിഗറോടുകൂടിയാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് സംഭവം കണ്ടോ. ഈ ഫിഗർ ആദ്യമേ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഞാൻ അത്രയും കൺഫ്യൂഷൻ വരില്ലായിരുന്നു. നിങ്ങൾ നോക്കിയോ, ഇതിനെയാണ് നമ്മൾ വാക്കർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രേഡ് വിൻഡ്സ് ഇങ്ങോട്ടേക്ക് വീശുന്ന ട്രേഡ് വിൻഡ്സ് കാരണം ഈ പസഫിക് ഓഷനിൽ നിന്ന് ഈസ്റ്റേൺ പസഫിക്കിൽ നിന്നുള്ള ചൂടുവെള്ളത്തെയും സർഫസ് വെള്ളത്തെയും ട്രേഡ് വിൻഡ്സ് മൂവ് ചെയ്യിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, വെസ്റ്റേൺ പസഫിക്കിലേക്ക് കൊണ്ടുവരുന്നു. സോ ദ വെസ്റ്റേൺ പസഫിക് ഈസ് നൗ ഹോട്ടർ ദാൻ ദി ഈസ്റ്റേൺ പസഫിക്. ന്യൂട്രൽ കണ്ടീഷനാണ് നമ്മൾ ഈ പറയുന്ന ന്യൂട്രൽ ഫേസിൻ്റെ കണ്ടീഷൻ. സോ ദ വെസ്റ്റേൺ പസഫിക് ഈസ് ഹോട്ടർ ദാൻ ദി ഈസ്റ്റേൺ പസഫിക്. ഓർക്കുന്നുണ്ടോ? ശരി. അപ്പോൾ ഇത് പസഫിക് ഓഷൻ്റെ കിഴക്ക് നിന്ന് ചൂടുവെള്ളം മുഴുവൻ ഇങ്ങോട്ടേക്ക് പടിഞ്ഞാറോട്ട് വന്നു, ഓസ്ട്രേലിയൻ തീരത്തിൻ്റെ അടുത്തെത്തി. അവിടെ ഈ ചൂടുവെള്ളമാണ് ഈ തീരപ്രദേശത്ത് കാണുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് കൺവെക്ഷൻ നടക്കും. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് എയർ എല്ലാം കൂടി മുകളിലേക്ക് പോകുന്ന കണ്ടീഷനുണ്ട്. ആ ഹോട്ട് എയർ മുകളിലേക്ക് പോകുന്നത് തണുത്തുറങ്ങിയിട്ട് അവിടെ തന്നെ മഴ പെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. ഈ തണുത്ത എയറിൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും ഡെൻസിറ്റി കൂടി വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് തണുത്ത ഏരിയയിൽ വന്ന് വീണ്ടും സബ്ഡക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈസ്റ്റേൺ പസഫിക്കിൽ വന്ന് അവൻ സബ്ഡക്റ്റ് ചെയ്തതും കാണാൻ പറ്റും. സോ ഈ ഒരു മൂവ്മെൻറ്റ് ഓഫ് എയർ അലോങ് ദി അറ്റ്മോസ്ഫിയർ ഇസ് വാട്ട് വി കോൾ ആസ് ദി വാക്കർ സർക്കുലേഷൻ. ഇതിനെ നമ്മൾ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്? വാക്കർ സർക്കുലേഷൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് ദി വാക്കർ സർക്കുലേഷൻ. ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. ഇതാണ് റൈസിംഗ് ലിംബ്. ഇതാണ് ഈ വെസ്റ്റേൺ പസഫിക്കിൽ നടക്കുന്നതാണ് ഈ റൈസിംഗ് ലിംബ്. ഇതാണ് ലോവറിംഗ് ലിംബ് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ പസഫിക്കിൽ ലോവറിംഗ് ലിംബ് ഒന്ന് താഴ്ന്ന് സബ്ഡക്റ്റ് ചെയ്യുന്നത്, കാറ്റ് അവിടെ ചെന്ന് അടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദിസ് ഇസ് ദി വാക്കർ സർക്കുലേഷൻ. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഘട്ടം ഇതാണ് ന്യൂട്രൽ ഫേസിൽ സംഭവിക്കുന്ന ഘട്ടം. അപ്പോൾ ന്യൂട്രൽ ഫേസിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ചോദിച്ചാൽ അറിയാം. അണ്ടർ ന്യൂട്രൽ ഫേസിൽ അപ്പോൾ സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ, സൗത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ പെറു പോലുള്ള പ്രദേശങ്ങളിൽ സാധാരണ എന്തായിരിക്കും കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ ഡ്രൈ കണ്ടീഷനാണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. തണുത്ത അന്തരീക്ഷവും തണുത്ത ഓഷ്യാനിക് സർഫസുമാണ് അവർക്ക് ഫീൽ ചെയ്യുക. ആ തണുത്ത ഓഷൻ സർഫസ് ആയതുകൊണ്ട് ന്യൂട്രിയൻ റിച്ച് അപ്വെല്ലിങ്, സമുദ്രത്തിനടിയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള വെള്ളം മുകളിലേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അപ്വെല്ലിംഗ് എന്ന് പറയുക. അത് ഞാൻ നേരത്തെ കാണിച്ചൊരു ചിത്രത്തിനകത്തുനിന്ന് ഒരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. യെസ്, ഇതാണ് കാര്യം. നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം കണ്ടോ.
ഹോട്ട് വാട്ടർ ഇപ്പോൾ ഇത് അതിൻ്റെ ഗ്രേഡിയൻ്റാണ്, സമുദ്രത്തിൻ്റെ ഗ്രേഡിയൻ്റാണ്. സമുദ്രത്തിൻ്റെ സർഫസിൽ നിന്ന് ഞാൻ ആഴം വെച്ചിട്ടുള്ളൊരു ഫിഗറായിട്ട് കിടക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പോൾ ചൂടുവെള്ളം അവിടെ നിന്ന് നീങ്ങി ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് കണ്ടോ ചൂടുവെള്ളത്തിൻ്റെ ഡെപ്ത് ഇവിടെ ഇങ്ങനെ കൂടി വരിക. അപ്പോൾ അവിടെ ചൂടുവെള്ളം കുറഞ്ഞു വരുന്നതനുസരിച്ച് തണുത്ത വെള്ളം അവിടോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ ബ്ലൂ കളറിലുള്ളത് തണുത്ത വെള്ളമാണെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ കയറി വരുമല്ലോ. അപ്പോൾ ഇവിടെ ബ്ലൂ കളർ കുറയുകയും ഇവിടെ ബ്ലൂ കളർ കൂടുകയും ചെയ്യും. അതിനർത്ഥം ഇവിടെ തണുത്ത വെള്ളം കുറയുന്നു, ഇവിടെ തണുത്ത വെള്ളം ഇങ്ങനെ കയറി വരിക. ഇതിനാണ് നമ്മൾ അപ്ഹീവൽ ഓഫ് ദി കോൾഡ് വാട്ടർ എന്ന് പറയുന്നത്. വിച്ച് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇത് ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിൽ റിച്ചുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രിയൻസ് കഴിക്കാൻ വേണ്ടി ഫിഷ് വരികയും പെറൂവിയൻ കോസ്റ്റിലുള്ള ആൾക്കാർക്ക് കാര്യമായിട്ട് ഫിഷിംഗ് ഒക്കെ നടത്താനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ ദിസ് ഈസ് വാട്ട് ദി നോർമൽ കണ്ടീഷൻ ലുക്സ് ലൈക്ക്. ഇതാണ് നോർമൽ കണ്ടീഷൻസിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത്. ന്യൂട്രൽ ഫേസ്, അതിനെയാണ് നമ്മൾ ആദ്യത്തെ ഫേസ് ആയിട്ട് സൂചിപ്പിച്ചത്. ന്യൂട്രൽ ഫേസ് നമ്മൾ പറഞ്ഞു വെസ്റ്റ്നോക്ക് എത്ര ഫേസ് ഉണ്ട്? 3 ഫേസ് ഉണ്ട്. ന്യൂട്രലുണ്ട്, എൽനിനോ ഉണ്ട്, ലാനിന ഉണ്ട്. അതിൽ ന്യൂട്രൽ ഫേസ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ന്യൂട്രൽ ഫേസിൽ വെസ്റ്റേൺ പസഫിക് റീജിയനിൽ വരുന്ന രാജ്യങ്ങൾക്ക് നല്ലപോലെ മഴയൊക്കെ കിട്ടുന്ന കാര്യമൊക്കെ ഉണ്ടാവും. ഈസ്റ്റേൺ പസഫിക്കിൽ വരുന്ന രാജ്യങ്ങൾക്ക് ഡ്രൈ സ്പെല്ലായിരിക്കും. അവിടെ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. തണുത്ത എയറിൻ്റെയും തണുത്ത കടലിൻ്റെയും സാഹചര്യമായിരിക്കും ഈസ്റ്റിൽ ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാണ്. ഇത് നോർമൽ കണ്ടീഷനാണ്. ഇത് നോർമൽ കണ്ടീഷനാണ്. നോർമലിയുള്ള ട്രേഡ് വിൻസ് ഒക്കെ വീശുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയാണ് അന്തരീക്ഷം ബിഹേവ് ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനാണ് എൽനിനോ എന്ന് പറയാം, ദ വാം ഫേസ്. എൽനിനോ എന്ന് പറഞ്ഞാൽ ദ വാം ഫേസ്. ട്രേഡ് വിൻസ് വീക്കൺ ഓർ ഈവൻ റിവേഴ്സ്. ഈ ട്രേഡ് വിൻഡുകൾ ഇത് എല്ലാത്തിൻ്റെ തുടക്കം ട്രേഡ് വിൻസിൽ നിന്നാട്ടോ. അപ്പോൾ ട്രേഡ് വിൻസ് വീക്കൺ ആവുകയാണ്. ട്രേഡ് വിൻസ് വീക്കൺ ആവുന്നു അല്ലെങ്കിൽ ഈവൻ റിവേഴ്സ് ചെയ്യപ്പെടുന്നു. ട്രേഡ് വിൻസ് വീക്കൺ ആയാൽ എന്ത് സംഭവിക്കും? ട്രേഡ് വിൻസ് ദുർബലമായാൽ എന്ത് സംഭവിക്കും? ട്രേഡ് വിൻസ് ആയിരുന്നു ഈസ്റ്റേൺ പസഫിക്കിൽ നിന്ന് വെസ്റ്റേൺ പസഫിക്കിലേക്ക് ചൂടുള്ള സമുദ്രജലത്തെ എത്തിച്ചത്. എല്ലായിടവും ചൂടുകൊണ്ട് ഇവിടെയുള്ള ചൂടിനെയും കൂടി ട്രാവൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ട്രേഡ് വിൻസ് ഇപ്പോൾ വീക്കായി. ഇപ്പം എന്ത് സംഭവിക്കൂടാ? ഈ ഈസ്റ്റേൺ പസഫിക്കിൽ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്ന ചൂടായിട്ടുള്ള സമുദ്രജലത്തെ എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാണ്ടായി പോവും? വെസ്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റാണ്ട് വരുന്ന കണ്ടീഷൻ വരും. മീൻസ് ദ ഹോട്ട് വാട്ടർ വിൽ ഗെറ്റ് അക്യൂമുലേറ്റഡ് ഇൻ ദി ഈസ്റ്റേൺ പസഫിക്. ഹോട്ട് വാട്ടർ എവിടെ തന്നെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടും? ഈസ്റ്റേൺ പസഫിക് റീജിയനിൽ തന്നെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടും. റാദർ ദാൻ മൂവിങ് ടുവേർഡ്സ് ദി വെസ്റ്റിലോട്ട് വരില്ല എന്നർത്ഥം. ക്ലിയർ ആണോ? ഇത്രയും നമുക്ക് ആ ട്രേഡ് വിൻസ് ദുർബലമായാൽ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമല്ലോ? പറ്റും. ക്ലിയർ, വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. നോക്കാം. The warm water replaces the cold current upwelling stop. വാം വാട്ടർ അവിടെ തന്നെ നിൽക്കുകയും നോർമൽ ന്യൂട്രൽ കണ്ടീഷൻ ഉണ്ടായിരുന്ന ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള തണുത്ത വെള്ളം വരുന്ന കാര്യമൊക്കെ പറഞ്ഞില്ല, അതൊക്കെ അങ്ങ് നിൽക്കും. ഫിഷറീസ് കൊളാപ്സസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, ഹെവി റെയിൻഫോൾ ആൻഡ് ഫ്ലഡിങ് ഒക്കർ ഇൻ പെറു. പറഞ്ഞുതരാം. ആ ഫിഗർ വെച്ചങ്ങ് പറഞ്ഞു തരുന്നതാണ് എളുപ്പം. എവിടെ ഫിഗർ? എൽനിനോ പ്രതിഭാസം. ദിസ് ഇസ് ദി കണ്ടീഷൻ ഓഫ് എൽനിനോ. എൽനിനോയിൽ വാം വാട്ടർ ഈസ്റ്റേൺ പസഫിക്കിൽ തന്നെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നത് കാരണം ഈസ്റ്റേൺ പസഫിക് റീജിയനിൽ കാര്യമായിട്ട് ഇവോപ്പറേഷനും കൺവെക്ഷനും നടക്കുകയും അവിടെ എയർ ഇവോപ്പറേറ്റായി മുകളിലേക്ക് പോവുകയും മുകളിൽ പോയി തണുത്തുറഞ്ഞ എയർ അവിടെ മഴയായി പെയ്യുകയും ചെയ്യുന്ന കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഈസ്റ്റേൺ പസഫിക് വാമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം കൺവെൻഷണൽ റെയിൻഫോൾ എവിടെ കിട്ടും? ഈസ്റ്റേൺ പസഫിക് റീജിയനിൽ കാര്യമായിട്ട് മഴ പെയ്യുകയും ഫ്ലഡിങ് പോലുള്ള സംവിധാനം പോലും ഉണ്ടാക്കുകയും ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് നമ്മളിപ്പോൾ അതേ സമയത്ത് ഈ വെസ്റ്റേൺ പസഫിക്കിലേക്ക് നോക്കിയാലോ വാം കറൻസിൻ്റെ ഒരു ഇൻഫ്ലക്സ് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വെസ്റ്റേൺ പസഫിക് താരതമ്യേന തണുത്ത് നിൽക്കുകയും മഴ ഉണ്ടാവുന്ന കണ്ടീഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. നോ റെയിൻ ഇൻ ദി വെസ്റ്റേൺ പസഫിക്. ഈസ്റ്റേൺ പസഫിക്കിലോ ഹെവി റെയിൻ. ഇതൊക്കെയാണ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെ. അപ്പോൾ എൽനിനോ കണ്ടീഷൻ വരുന്ന സമയത്ത് ഈസ്റ്റേൺ പസഫിക് ഓഷൻ എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലും നോർത്ത് അമേരിക്കയുടെ താഴത്തെയുള്ള പ്രദേശങ്ങളിലും മറ്റുമൊക്കെയാണ്. അവിടെയൊക്കെ കാര്യമായ രീതിയിൽ നോർത്ത് അമേരിക്ക ആസ് വെൽ as സൗത്ത് അമേരിക്ക വിൽ ഗെറ്റ് റെയിൻഫോൾ, എനോർമസ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ ബിക്കോസ് ഓഫ് ദി വാം ഓഷൻ വാട്ടർ പ്രസൻറ്റ് ഓൺ ദി ഈസ്റ്റേൺ പസഫിക്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ട്രേഡ് വിൻസ് വീക്കറായി. ട്രേഡ് വിൻസിന് ദുർബലമായ കണ്ടീഷൻ വന്ന സമയത്താണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. ഇതാണ് എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം. ഇതാണ് എൽനിനോ പ്രതിഭാസം നടക്കുന്ന സമയത്തുണ്ടാവുക. അപ്പോൾ ലാനിന നടക്കുന്ന നോർമൽ സിറ്റുവേഷനിൽ എവിടെ മഴ പെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടു. എൽനിനോ സിറ്റുവേഷനിൽ എവിടെ മഴ പെയ്തു എന്നുള്ളതും നമ്മൾ കണ്ടു. ഇനിയുള്ള മൂന്നാമത്തെ ഫേസ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വന്തം ലാനിന എന്ന് പറയുന്ന ഘടകം, ദ കോൾഡ് ഫേസ്. എൽനിനോനെ വാം ഫേസ് എന്ന് സൂചിപ്പിച്ചു, ലാനിന കോൾഡ് ഫേസ് ആണ്. ട്രേഡ് വിൻസ് എക്സ്ട്രാordinarily പവർഫുൾ ആവുന്ന വളരെയധികം ശക്തമായി ട്രേഡ് വിൻസ് വീശുന്ന കണ്ടീഷൻ വരും. ദിസ് ഈസ് സിമിലർ ടു ദി നോർമൽ ഫേസ് കേട്ടോ. നമ്മൾ ന്യൂട്രൽ ഫേസ് ആദ്യം പഠിച്ചില്ലേ?
ആദ്യം പഠിച്ച ന്യൂട്രൽ ഫേസിന് സമാനമാണ് ലാനിന പ്രതിഭാസം എന്ന് പറയുന്നത്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ന്യൂട്രൽ ഫേസിൽ നോർമൽ ഇൻറ്റൻസിറ്റിയിലാണ് ട്രേഡ് വിൻസ് വീശിയിരുന്നതെങ്കിൽ ലാനിന വരുന്ന സമയത്ത് കുറേ കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു ഈസ്റ്റേർലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡ് വിൻസിൻ്റെ പ്രസൻസ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള എന്താ പറയുക ട്രേഡ് വിൻസിൻ്റെ ബ്ലോയിങ് കാരണം പവർഫുള്ളായിട്ട് ഈ വാം വാട്ടറിനെ എവിടേക്ക് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും? വെസ്റ്റേൺ പസഫിക്കിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? സോ ലാനിന നടക്കുന്ന സമയത്ത് ട്രേഡ് വിൻസ് നോർമലി നമ്മൾ ആ ഒരു ന്യൂട്രൽ ഫേസിൽ പറഞ്ഞതിന് സമാനമായ സിറ്റുവേഷൻ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫ്ലോ ഓഫ് വാം കറണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അത് ഫർദർ ഇൻവേർഡ് ഈ പറയുന്ന വാം കറണ്ട്സിനെ എത്തിക്കുകയും ഈ ഭാഗത്ത് വെസ്റ്റേൺ പസഫിക് റീജിയൻ്റെ ഭാഗത്ത് കാര്യമായിട്ട് മഴ തരുന്ന കണ്ടീഷനും ഉണ്ടാകും എന്നുള്ളതാണ് വ്യത്യാസം. ഓക്കെ, റൈറ്റ്. അഗെയിൻ ദ നോർമൽ ഫേസ് നമ്മൾ ന്യൂട്രൽ ഫേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈസ്റ്റേൺ പസഫിക് ഓഷനിൽ കോൾഡ് വാട്ടറിൻ്റെ അപ്ഹീവൽ ഉണ്ടാവുകയും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള കണ്ടീഷൻ വരികയും അവിടെ ഫിഷിംഗ് പോലുള്ള പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ന്യൂട്രൽ ഫേസും ലാനിനെയും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലാനിന വരുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു അല്പം കൂടുതലായിരിക്കും, ന്യൂട്രൽ ഫേസിനെ അപേക്ഷിച്ച് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ വെസ്റ്റേൺ പസഫിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങൾ, ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാര്യമായിട്ട് മഴ പെയ്യ്ക്കുന്നതിന് ഇത് കാരണമാവും. ആ ഒരു ഈസ്റ്റേൺ പസഫിക് റീജിയനിൽ വരുന്ന കോണ്ടിനെൻസിലും രാജ്യങ്ങളിലും മറ്റുമൊക്കെ മഴ ഗണ്യമായി കുറയ്ക്കുന്നതിനും ലാനിന പ്രതിഭാസം കാരണമാകും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ സംവിധാനം, ഇത്രയേ ഉള്ളൂ സംഭവം. അഗ്രവേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ചാർജ്ഡ് നോർമൽ ഇയർ വാക്കർ സെല്ലായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. വാക്കർ സെല്ല് കുറച്ചുകൂടി എക്സ്റ്റെൻസീവായ രീതിയിൽ കുറച്ചുകൂടി സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ഒരു വാക്കർ സെൽ സർക്കുലേഷനെ പറ്റി നമുക്കിവിടെ പറയാൻ സാധിക്കുമെന്ന് മാത്രം. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് 3 ഫേസസ്, എൽ നിനോ സതേൺ ഓസിലേഷൻ്റെ ആ ഒരു 3 ഫേസസ് എന്നുള്ള രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്ന ഘടകം. ഓക്കെ, ക്ലിയർ ആണേ മക്കളെ? റൈറ്റ്, ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ നമ്മൾ 3 ഫേസസ് ആണ് എൽ നിനോ സതേൺ ഓസിലേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അല്ലേ? ഏതൊക്കെയാണ്? 1 ന്യൂട്രൽ ഫേസ് ഉണ്ട്, 2 എൽ നിനോ ഫേസ് അഥവാ വാം ഫേസ്, 3 ലാനിന ഫേസ് അഥവാ കോൾഡ് ഫേസ്. ഇതിൽ ന്യൂട്രൽ ഫേസിൽ ട്രേഡ് വിൻസ് നോർമലി വീശുന്ന പോലെ വീശുകയാണ്, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. സോ ഈസ്റ്റേൺ പസഫിക്കിൽ നിന്ന് വെസ്റ്റേൺ പസഫിക്കിലോട്ട് ചൂടുവെള്ളം കൊണ്ടുവരികയും വെസ്റ്റേൺ പസഫിക് ചൂടായി ഇവോപ്പറേഷൻ നടന്ന് അവിടെ മഴ പെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എൽ നിനോ വരുന്ന സമയത്ത് വാം കണ്ടീഷൻ എന്ന് പറയുന്നു. അവിടെ എന്താ പ്രൈമറി റീസൺ ഫോർ എൽ നിനോ? വീക്കനിങ് ഓഫ് ദ ട്രേഡ് വിൻസ്, വീക്കനിങ് ഓഫ് ദി ട്രേഡ് വിൻസ്. അപ്പോൾ ട്രേഡ് വിൻസ് വീക്കൺ ആവുകയും വീക്കണായ ട്രേഡ് വിൻസ് കാരണം തന്നെ ചൂടുവെള്ളം ഈസ്റ്റേൺ പസഫിക്കിൽ തന്നെ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുകയും നേരത്തെ വെസ്റ്റേൺ പസഫിക്കിൽ നടന്ന എല്ലാ ഫിനോമിനാസ് ഇപ്പോൾ എവിടെ നടക്കും? ഈസ്റ്റേൺ പസഫിക്കിൽ നടക്കും. ഈസ്റ്റേൺ പസഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രാജ്യങ്ങളിൽ ഫ്ലഡിങ്ങും വെസ്റ്റേൺ പസഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രാജ്യങ്ങളിൽ ഡ്രോട്ട്, വരൾച്ചയും ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മഴ ലഭ്യത ഗണ്യമായിട്ട് കുറയുന്നത് കാണാൻ സാധിക്കും ഈ സമയത്ത്, എൽ നിനോ സമയത്ത്. തിരിച്ച് ലാനിന എന്ന മൂന്നാമത്തെ ഫേസ് വരുന്ന സമയത്ത് ഇറ്റ് ഇസ് മോർ ഓർ ലെസ് ഈക്വൽ ടു ദി ന്യൂട്രൽ ഫേസ്. പക്ഷേ അൻ അഗ്രവേറ്റഡ് ന്യൂട്രൽ ഫേസ് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരല്പം വ്യഗ്രതയോടുകൂടി ഒരല്പം എന്താ പറയുക ഇൻറ്റൻസിറ്റി കൂടിയ, തീവ്രത കൂടിയ ഒരു ന്യൂട്രൽ ഫേസ് ആണ് ലാനിന പ്രതിഭാസം എന്ന് പറയാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമിലറാണ്. ഓക്കെ, അപ്പോൾ ആ പസഫിക് വാക്കർ സെൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയിട്ട് ഒരു വിശദമായൊരു നോട്ട് കൂടി ഒന്ന് കൊടുത്തേക്കുവാണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. Walker cell circulation is a massive atmospheric loop that moves air east to west across the tropical Pacific. ശരിയല്ലേ? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് എന്താ പറയുക, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്, ഈസ്റ്റ് ടു വെസ്റ്റ് മൂവ്മെൻറ്റ് നടക്കുന്ന രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനാണ്. ഒരു മാസീവ് ആയിട്ടുള്ള പസഫിക് ഓഷനെ മൊത്തമായിട്ട് ഇൻക്ലൂസീവ് ആക്കി നടത്തുന്ന ഒരു സർക്കുലേഷനാണ് കേട്ടോ, അതുകൊണ്ടാണ് മാസീവ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എസെൻഷ്യലി ദ എൻജിൻ ഓഫ് ദി ട്രോപ്പിക്കൽ അറ്റ്മോസ്ഫിയർ driven by the temperature difference between the warm western Pacific and the cool eastern Pacific. കൂൾ ആയിട്ടുള്ള ഈസ്റ്റേൺ പസഫിക്കും വാം ആയിട്ടുള്ള വെസ്റ്റേൺ പസഫിക്കിനും ഇടയിലുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ സർക്കുലേഷനാണ് എസെൻഷ്യലി ട്രോപ്പിക്കൽ മേഖലയിലെ ഒരു അറ്റ്മോസ്ഫിയർ എൻജിൻ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് പറയുന്നത്. അത്ര കണ്ട് പറയുന്നില്ല, എന്നിരുന്നാലും അതെ, യെസ്, ഏറെക്കുറെ അത് തന്നെയാണ്. ഹൗ ഇറ്റ് വർക്ക്സ്? ദ പ്രോസസ് ഫോളോസ് എ കണ്ടിന്യൂസ് 4-step സൈക്കിൾ. ഈ വാക്കർ സർക്കുലേഷനിൽ ഒരു 4 ഘട്ടമായിട്ടുള്ളൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് നമുക്ക് പറയാം. ഒന്ന് കൺവെക്ഷൻ ഇൻ ദ വെസ്റ്റ്. യെസ്, നമ്മുടെ വെസ്റ്റേൺ പസഫിക്കിൽ നടക്കുന്ന കൺവെക്ഷൻ. വാം ഓഷൻ വാട്ടർ നിയർ ഇന്തോനേഷ്യ ഹീറ്റ്സ് ദ എയർ അബവ് ഇറ്റ്. ദിസ് എയർ റൈസസ് ക്രിയേറ്റിംഗ് എ സോൺ ഓഫ് ലോ പ്രഷർ ആൻഡ് ഹെവി ട്രോപ്പിക്കൽ റെയിൻഫോൾ. എവിടെ? വെസ്റ്റിൽ അല്ലേ? അപ്പോൾ കൺവെക്ഷൻ ഇൻ ദ വെസ്റ്റ് ഒരു ഘട്ടമാണ്. നമ്മൾ പറഞ്ഞു 4 സ്റ്റെപ്പ് സൈക്കിളായിട്ട് അതിനെ പറയാം. അതിൽ ആദ്യ സ്റ്റെപ്പാണ് കൺവെക്ഷൻ ഇൻ ദ വെസ്റ്റ്. കൺവെക്ഷൻ ഇൻ ദ വെസ്റ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ സൈഡിൽ ചൂട് കാരണം ചൂടുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഈ ചൂടുള്ള വെള്ളം അതിന് മുകളിലുള്ള എയറിനെ ചൂടാക്കും. ആ എയർ ഓപ്പറേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. അതിനുശേഷം ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് കാരണം ഇവിടെ മഴ പെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും വെസ്റ്റിൽ. ഓക്കെ, രണ്ടാം സ്റ്റെപ്പ് അപ്പർ ലെവൽ മൂവ്മെൻറ്റ്.
ഇനി മുകളിൽ ചെന്നിട്ട് എന്താ സംഭവിക്കും? വൺസ് ദി എയർ റീച്ചസ് ദി ടോപ്പ് ഓഫ് ദി ട്രോപ്പോസ്ഫിയർ ഇറ്റ് ഫ്ലോസ് ഈസ്റ്റ്വേർഡ് അക്രോസ് ദി പസഫിക്. ഇത് അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഡെൻസിറ്റി ഒക്കെ കൂടിയത് കാരണം ഇവൻ ഈസ്റ്റേൺ സൈഡിലേക്ക് മൂവ് ചെയ്യും. കാരണം നമുക്കിപ്പോൾ ജെറ്റ് സ്ട്രീമും മറ്റു കാര്യങ്ങളൊക്കെ പോലുള്ളവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവരൊക്കെ ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നവന്മാരാണ്. സോ ഇവിടെയും ഈ തണുത്ത കാറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സബ്സിഡൻസ് ഇൻ ദി ഈസ്റ്റ്. ഈസ്റ്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവൻ സബ്സൈഡ് ചെയ്യും. സബ്സൈഡ് ചെയ്യാൻ മീൻസ് താഴേക്ക് വരും എന്നർത്ഥം. നോക്കിക്കേ എങ്ങനെ താഴേക്ക് വരും. ആസ് ദി എയർ കൂൾസ് it becomes denser and sink over the eastern Pacific near South America. This create high pressure and clear dry skies in the eastern region. അല്ലേ, ഇവിടെ നിന്ന് ഉയർന്നു പൊങ്ങിയ ആൾ സഞ്ചരിച്ച് ഈസ്റ്റേൺ പസഫിക്കിലെത്തി ഡെൻസിറ്റിയും തണുപ്പും ഒക്കെ കൂടിയത് കാരണം അവൻ സബ്മേർജ് ചെയ്ത് താഴെ ഇറങ്ങുന്നു എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഘട്ടം, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് മൂന്നാമത്തെ സ്റ്റെപ്പായി. ശരിയല്ലേ? അപ്പോൾ ഇവൻ ഇറങ്ങുന്നത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ തീരപ്രദേശങ്ങളിലോട്ടായിരിക്കും ഈ തണുത്ത കാറ്റ് വന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ഡ്രൈ കണ്ടീഷൻസ് ഉണ്ടാക്കുന്നതും കാണാൻ സാധിക്കും. പിന്നെ വരുന്ന നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് വിൻസ് തന്നെയാണ്. ടു ക്ലോസ് ദ ലൂപ്പ് ദെയർ മൂവ്സ് ബാക്ക് അലോങ് ദി ഓഷൻ സർഫസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അടുത്ത് തിരിച്ചിവിടേക്ക് ആ ഒരു ട്രേഡ് വിൻസ് ഓടിയെത്തുന്നതോടുകൂടി ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആവും. ഈ പറയുന്ന 4 ഘട്ടങ്ങൾ അടങ്ങുന്നതിനെയാണ് നമ്മൾ വാക്കർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വലിയ എന്തോ സംഭവം എന്ന് പറയും, സംഗതി സിമ്പിളാണ്. പക്ഷേ വാക്കർ സർക്കുലേഷനെ പറ്റി ഇത്രയും വിശദാംശം പഠിക്കാണ്ട് പോകുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു ചോദ്യമായിട്ടേ ആ കുട്ടി കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്തതുപോലത്തെ ഒരു കാര്യമാണ് ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. എന്തോ വലിയ സംഭവമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് തോന്നും. സംഗതി വലുതൊക്കെ തന്നെയാണ്, പക്ഷേ ഇത്രയും സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ലാളിത്യത്തോടു കൂടി ഇതിനെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ലളിതമായിട്ട്. അല്ലാണ്ട് അത് കോംപ്ലിക്കേറ്റഡ് ആക്കി പഠിക്കാനായിട്ട് നിങ്ങൾ പോകരുത്. പലപ്പോഴും കുട്ടികൾ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് വെറുതെ നിങ്ങളുടെ സമയവും എനർജീനെയും കൊല്ലിക്കുന്ന ഒരു പ്രോസസ്സായി മാത്രം മാറും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു പോയാൽ മതി. ദിസ് ഈസ് വാട്ട് വി നീഡ് ഫ്രം ദിസ്. ക്ലിയർ അല്ലേ പിള്ളേരെ? റൈറ്റ്. The Walker cell is not static. It changes based on the SNO അല്ലെങ്കിൽ El Nino southern oscillation. Yes. നമ്മളിപ്പോൾ ഈ പറഞ്ഞതാണ് വാക്കർ സർക്കുലേഷൻ. നോർമലി ഒരു പസഫിക് ഓഷന് മുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ ട്രോപ്പിക്കൽ റീജിയനിൽ പസഫിക് ഓഷന് മുകളിലായിട്ട് നടക്കുന്ന ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ പാറ്റേൺ ആണ് ഈ പറയുന്നത് വാക്കർ സെൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ വാക്കർ സെല്ല് സ്റ്റാറ്റിക് ഒന്നുമല്ല, എന്ന് പറഞ്ഞാൽ മാറാത്തതൊന്നുമല്ല, ഇവന് മാറ്റം സംഭവിക്കും. പ്രത്യേകിച്ച് എൽ നിനോ സദേൺ ഓസിലേഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇതിന് മാറ്റം സംഭവിക്കും. ന്യൂട്രൽ കണ്ടീഷൻസിൽ ഈ പറയുന്നത് പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൽ നിനോ ഉണ്ടാകുന്ന സമയത്ത് ഈ കണ്ടീഷൻ ബ്രേക്ക് ആവുന്നത് നമുക്ക് കാണാൻ പറ്റി. ഓൾറെഡി നമ്മളത് പറഞ്ഞതാണ് അല്ലേ. ദ ട്രേഡ് വിൻസ് വീക്കൺ, ദ ലൂപ്പ് ബ്രേക്സ് ഡൗൺ ഓർ ഷിഫ്റ്റ് ഈസ്റ്റ്വേർഡ്, ബ്രിങ്ങിങ് റെയിൻ ടു ദി സെൻട്രൽ പസഫിക് ആൻഡ് സൗത്ത് അമേരിക്ക വൈൽ കോസിങ് ഡ്രോട്ട് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ പോലുള്ളങ്ങളിൽ വരൾച്ച സൃഷ്ടിക്കുന്ന കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എൽ നിനോ വന്ന സമയത്ത്. ഞാൻ ഇങ്ങോട്ട് മാറാം. ലാനിനയിൽ the trade winds become much stronger, supercharging the normal circulation and intensifying the weather patterns at both ends. അല്ലേ, ലാനിന വരുന്ന സമയത്ത് ഇതേ വാക്കർ സർക്കുലേഷൻ തന്നെയാണ് കുറച്ചുകൂടി സ്ട്രെങ്തൻഡ് ആയിട്ട് മാറുന്നത്, ഇൻറ്റൻസിഫൈഡ് ആയിട്ട് മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാക്കർ സർക്കുലേഷൻ കാരണം ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിക് ഫെനോമിനൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിക്. വി കനോട്ട് സേ ദാറ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഇസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ. ദിസ് ഇസ് ഡൈനാമിക്. ഇത് ഡൈനാമിക് ആണ്. എൽ നിനോ ലാനിനോ പോലുള്ള പ്രതിഭാസങ്ങൾ വരുന്നതിനനുസരിച്ച് ദിസ് ഇസ് ഹാവിങ് ചേഞ്ചസ്. സാധാരണ ഒരു 3-4 വർഷമൊക്കെ ഒരുപോലെ സാധാരണ വാക്കർ സർക്കുലേഷനിൽ പോവുകയാണെങ്കിൽ 5-ാം വർഷത്തിൽ ചിലപ്പോൾ മാറ്റേണ്ടാവാം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? റൈറ്റ്. ഓക്കെ, ഇതാ നമ്മുടെ വാക്കർ സർക്കുലേഷൻ കണ്ടീഷൻ ഇതായിരുന്നു കണ്ടോ. വെസ്റ്റേൺ പസഫിക്കിൽ നിന്ന് ഉയർന്നു, ഈസ്റ്റിലോട്ട് പോയി, ഈസ്റ്റേൺ പസഫിക്കിൽ താഴ്ന്നു. ട്രേഡ് വിൻസ്, ഇത് ട്രേഡ് വിൻസ്, അപ്ലിഫ്റ്റ്, ഈസ്റ്റേൺ മൂവ്മെൻറ്റ്, സബ്ഡക്ഷൻ, സിങ്കിങ്. എൽ നിനോ കണ്ടീഷൻ വരുന്ന സമയത്ത് നേരെ തിരിയും കണ്ടോ. സർക്കുലേഷൻ ഇവിടെ ആയിട്ട് മാറി. ഇത് ഈസ്റ്റേൺ പസഫിക്കാണ്. ഈസ്റ്റേൺ പസഫിക്കിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതും ഈസ്റ്റേൺ പസഫിക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എയർലിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ് പറയാൻ പറ്റുന്നത് ഈസ്റ്റേൺ പസഫിക്കിലാണ് എന്നുള്ളതാണ്. ഇത് എൽ നിനോ വരുന്ന കണ്ടീഷനിൽ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇനി നമ്മുടെ NCERT കൂടിയുള്ള പരാമർശം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ ശ്രദ്ധിക്കാം. ഒരു സെക്കൻഡ്. റൈറ്റ്. ഇനി നിങ്ങളുടെ SCERT തന്നിരിക്കുന്ന കാര്യം കൂടി ഒന്ന് വായിച്ചു പോവാം. ചില കാര്യങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് വേണം. കാരണം പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് നേരിട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എൽ നിനോ is a complex weather system that appears once every 3 to 7 years, bringing drought, flood and other weather extremities to different parts of the world. അതാണ് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ട് പറയാൻ പറ്റുന്നതല്ല. വെസ്റ്റേൺ പസഫിക്കിലാണെങ്കിലും, വെസ്റ്റേൺ പസഫിക്കിൽ എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ പസഫിക്കിൽ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളും, വെസ്റ്റേൺ പസഫിക്കിൽ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഏഷ്യ പോലുള്ള ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെയാണ് ഉള്ളതെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ എവിടെ വേണമെങ്കിലും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിന് വ്യത്യാസങ്ങൾ ഇവന് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ,
The system involves oceanic and atmospheric phenomena with the appearance of warm currents off the coast of Peru in the eastern Pacific and affects weather in many places including India. പറഞ്ഞു നമ്മൾ. El Nino is merely an extension of the warm equatorial current which get replaced temporarily by the cold Peruvian current or Humboldt current. നമ്മൾ ഓഷ്യാനോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഓഷ്യൻ കറൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നോക്കും. This current increases the temperature of water on the Peruvian coast by 10 degrees Celsius. 10 ഡിഗ്രി സെൽഷ്യസോളം ഈ പറയുന്ന കറൻസ് വരുന്നത് കാരണം ഈ പെറൂവിയൻ കോസ്റ്റിലുള്ള സീ സർഫസ് ടെമ്പറേച്ചറിൽ റൈസ് സംഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 10 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ റൈസ് അപ് ടു 10 ഡിഗ്രി സെൽഷ്യസ്. This result in the distortion of the equatorial atmospheric condition. ഇക്വറ്റോറിയൽ മേഖലയിലുള്ള അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഇറഗുലാരിറ്റീസ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് സീ, സമുദ്രജലത്തിൽ ഉണ്ടാകുന്ന ഇവോപ്പറേഷനിൽ ഇറഗുലാരിറ്റീസ് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. റിഡക്ഷൻ ദി എമൗണ്ട് ഓഫ് പ്ലാങ്ക്ടൺ വിച്ച് ഫർദർ റെഡ്യൂസസ് ദി നമ്പർ ഓഫ് ഫിഷ് ഇൻ ദി ഏരിയ. പലയിടങ്ങളിലും പ്ലാങ്ക്ടൺസിൻ്റെ പ്രസൻസ് കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ ഫിഷിൻ്റെ ക്യാച്ച് കുറയ്ക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടതുമാണ്. The word El Nino means Christ child or little boy. Little boy എന്നോ ക്രൈസ്റ്റ് ചൈൽഡ് എന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്ന പേരാണ് എൽ നിനോ. Because this current appears around Christmas in December. ഡിസംബറിൽ ക്രിസ്മസ് സമയത്താണ് ഈ ഒരു എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുന്നത്. ആദ്യം ഉണ്ടായിരിക്കുന്നത് പെറൂവിയൻ കോസ്റ്റിലുമാണ്. പെറുവിലാണ്. El Nino is used in India for forecasting long-range monsoon rainfall in 1990-1991. There was a wild El Nino event that and the onset of southwest monsoon was delayed over most part of the country ranging from 5 to 12 days. 5 മുതൽ 12 ദിവസം ഡിലേ ചെയ്ത് മാത്രം ഇന്ത്യയിൽ മൺസൂൺ കിട്ടിയ സാഹചര്യവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൽ നിനോ ഇവൻ്റ് ഉണ്ടാകുന്ന സമയത്ത്, എൽ നിനോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മഴ കിട്ടത്തില്ല, മനസ്സിലാവുന്നില്ലേ? മഴ കിട്ടാത്ത കണ്ടീഷനിലേക്ക് പോകും. മറ്റ് മഴ ഉണ്ടാകണമെന്ന് പറയുന്ന കണ്ടീഷൻസും ഉണ്ട് ഇന്ത്യയിൽ. എന്നാലും എൽ നിനോയും കൂടി വരുന്നത് കൊണ്ട് ആ മഴ ഡിലേഡ് ആവുന്നു അറിയാൻ പറ്റുന്ന ഒരു 10-12 ദിവസം, 5 മുതൽ 12 ദിവസം വരെയുള്ള ഡിലേ നമ്മൾ കണ്ട സാഹചര്യവും 1990s നോക്കിയ സമയത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എൽ നിനോ വന്നാൽ ഇന്ത്യൻ മൺസൂൺ ഒന്നുകിൽ ഇന്ത്യയിൽ മൺസൂൺ കിട്ടില്ല എന്ന ഉത്തരമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂൺ ഡിലേ ആകുമെന്ന ഉത്തരം വേണം കൊടുക്കുവാനായിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്ത്യയും എൽ നിനോ തമ്മിലുള്ള കണക്ഷൻ അതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, റൈറ്റ്. The term El Nino means little boy or Christ child in Spanish, depicting the tendency of phenomena occurring around Christmas. അതുപോലെ ലാനിന എന്ന് വിളിക്കുന്നത് ലിറ്റിൽ ഗേൾ. ലാനിന മീനിങ് ലിറ്റിൽ ഗേളുമാണ്. സ്പാനിഷിൽ പറയുന്ന പദപ്രയോഗങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾ. എൽ നിനോയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ലാനിനയുടെ കാര്യം നമ്മൾ പറഞ്ഞു. The El Nino shift the jet stream towards south and creates heavy rain and flood in South America region and drought in the North American region and Canada. Little girl La Nina is a phase of El Nino Southern oscillation തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഒന്നുമില്ല, ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുന്ന സമയത്ത് ജെറ്റ് സ്ട്രീംസിനെ, അപ്പർ അറ്റ്മോസ്ഫിയറിലൂടെ പോകുന്ന ജെറ്റ് സ്ട്രീംസിനെ, ഈസ്റ്റർലി പോകുന്ന കാറ്റുകളാണ്, വെസ്റ്റർലീസാണ്, ഈസ്റ്റിലോട്ട് പോകുന്ന കാറ്റുകളാണ് ജെറ്റ് സ്ട്രീംസ്. ആ ജെറ്റ് സ്ട്രീമുകളെ സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലേക്ക് ആകർഷിക്കുകയും സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ വ്യാപകമായി മഴ പെയ്യ്ക്കുന്നതിന് അത് കാരണമാവുകയും ചെയ്യും എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. നോർത്ത് അമേരിക്ക വരണ്ട് നിൽക്കുന്ന കണ്ടീഷനും ഉണ്ടാക്കും എന്നുള്ളതാണ് കേട്ടോ എൽ നിനോ ഉണ്ടാകുന്ന സമയത്ത്. Right. The connection between the Pacific and the Indian Ocean is driven by two coupled vertical circulations. ഒന്ന്, the South Pacific Walker Cell. അത് ഇന്ത്യയിൽ വരാൻ പോകുന്ന മൺസൂൺ, ഇന്ത്യൻ മൺസൂൺ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ള, പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ, സൗത്ത് ഏഷ്യൻ മൺസൂൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൺസൂൺ കാലം. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഈ ഒരു മൺസൂണിന് ഇതെങ്ങനെ സ്വാധീനിക്കുന്നു, ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ്. ഒന്ന്, ഈ പസഫിക്കും ഇന്ത്യൻ ഓഷനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് 2 സർക്കുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന്, ദ സൗത്ത് പസഫിക് വാക്കർ സെൽ. സൗത്ത് പസഫിക് വാക്കർ സെൽ, സിങ്കിങ് ലിംബ് അറ്റ് ദ പെറു, റൈസിംഗ് ലിംബ് അറ്റ് ദി വെസ്റ്റ് പസഫിക്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാക്കർ സർക്കുലേഷൻ. 2, ദ സൗത്ത് ഇന്ത്യൻ ഓഷൻ വാക്കർ സെൽ. ഒന്ന്, സൗത്ത് പസഫിക് വാക്കർ സെല്ല്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാക്കർ സെൽ സർക്കുലേഷൻ. 2, ദ സൗത്ത് ഇന്ത്യൻ ഓഷൻ വാക്കർ സെൽ. അതായത് റൈസിംഗ് ഓഫ് ദി വെസ്റ്റേൺ പസഫിക്, സിങ്കിങ് ലിംബ് അറ്റ് ദി മാസ്കുറീൻ ഹൈ പ്രഷർ റീജിയൻ, അതായത് മഡഗാസ്കറിൻ്റെ അവിടെ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ നിന്ന് ഉയർന്ന് ഇങ്ങോട്ടേക്ക് പോയി ഇപ്പം ഞാൻ നേരത്തെ ഒരു ചിത്രം കാണിച്ചു തന്നല്ലേ നിങ്ങൾക്ക്, ദിസ് ഇസ് ഇറ്റ്, കണ്ടോടെ. ഇത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു പോകുകയും റൈസിംഗ് ലിംബ് ഇന്ത്യൻ ഭാഗത്തും മഡഗാസ്കറിൻ്റെ ഭാഗത്തായിട്ട് ഇവൻ വന്ന് സങ്ക് ചെയ്യുന്ന കണ്ടീഷനും വരുന്നത്, മഡഗാസ്കറിൻ്റെ ഭാഗമായിട്ട് ഇവൻ വന്ന് സിങ്ക് ചെയ്യുന്ന കണ്ടീഷനും വരുന്നത് പോലെ. ഓക്കെ, ഇതാണ് സൂചിപ്പിക്കുന്നത്.
ഇത് പസഫിക് ഓഷനിൽ വരുന്ന വാക്കർ സർക്കുലേഷൻ, ഇത് ഇന്ത്യൻ ഓഷനിൽ വരുന്ന വാക്കർ സർക്കുലേഷൻ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, റൈറ്റ്. നോർമൽ ഇയേഴ്സ് അല്ലെങ്കിൽ ലാനിന ഇയേഴ്സിൻ്റെ കാര്യത്തിൽ, നോർമൽ ഇയേഴ്സ് ആയാലും ലാനിന ആയാലും നമുക്ക് രണ്ടും ഒരുപോലെയാണ് നമ്മൾ പറഞ്ഞു, ഇൻറ്റൻസിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എ സ്ട്രോങ് വാക്കർ സെൽ ഇൻറ്റൻസിഫൈസ് ദി മാസ്കറീൻ ഹൈ. എ സ്ട്രോങ് ഹൈ പ്രഷർ സിസ്റ്റം പുഷസ് മോർ മോയ്സ്ചർ ലേഡൻ വിൻഡ് ടുവേർഡ്സ് ഇന്ത്യ എൻഹാൻസിങ് മോർ മൺസൂൺ. സ്വാഭാവികം. നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ പസഫിക്കിൽ നിന്ന് റൈസ് ചെയ്ത് പൊങ്ങുന്ന കാറ്റിനെ ഈസ്റ്റേൺ പസഫിക്കിലോട്ടും അതുപോലെ തന്നെ ആഫ്രിക്കൻ കോസ്റ്റിലോട്ടും വിടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിൽ ആഫ്രിക്കൻ കോസ്റ്റിലോട്ട് വിടുന്ന ഏരിയനെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ഓഷൻ വാക്കർ സെൽ എന്ന് പറഞ്ഞത്. ഈസ്റ്റേൺ പസഫിക്കിലോട്ട് പോകുന്നതാണ് പസഫിക് വാക്കർ സെൽ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ അറിയത്തില്ല. ഇതിപ്പോൾ വെസ്റ്റേൺ പസഫിക്ക്, ഇത് ഈസ്റ്റേൺ പസഫിക്ക്, ഇവിടെ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം, ഇത് ആഫ്രിക്ക, ഇത് ഇന്ത്യൻ ഓഷൻ, ഇന്ത്യ. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഉയർന്നു പോകുന്ന റൈസിങ് ലിം ഉണ്ടല്ലോ, ചൂട് കാരണം നോർമൽ കണ്ടീഷൻസിൽ ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ ചെന്ന് താഴുന്നു, ഇത് വീണ്ടും തിരിച്ച് ട്രേഡ് വിൻസ് ആയിട്ട് വരുന്നു. ഇതാണ് വാക്കർ സർക്കുലേഷൻ നമ്മൾ വിളിച്ചത്, അല്ലേ? വാക്കർ സർക്കുലേഷൻ. ഇതുപോലെ തന്നെ ഈ കാറ്റിന് ഇങ്ങോട്ടേക്കും വരാം എന്നാണ് സൂചിപ്പിച്ചത്. ഈ ഉയർന്നു പോകുന്നവന് കുറച്ച് അങ്ങോട്ടും പോകാം, ഇങ്ങോട്ടേക്കും വരാം. ഈ വരുന്നവൻ മഡഗാസ്കർ ആഫ്രിക്കൻ കോസ്റ്റിൽ വന്ന് സംഘം ചെയ്തിട്ട്, ഈ സംഘം ചെയ്യുന്നവന് ഡെൻസിറ്റിയും മോയ്സ്ചറും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വീശുന്ന സൗത്ത് ഈസ്റ്റ് മൺസൂൺ കാറ്റുകൾ ഈ മോയ്സ്ചർ ആഡ് ആവുകയും ആ മോയ്സ്ചർ ഇവന് കൂടുതൽ മഴ ലഭിക്കും, ഇന്ത്യക്ക് കൂടുതൽ മഴ ലഭിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് നോർമൽ ഇയേഴ്സിലോ അല്ലെങ്കിൽ എന്താ പറയുക ലാനിന ഇയേഴ്സിലോ സംഭവിക്കുന്ന പ്രതിഭാസം. അപ്പോൾ അത്യാവശ്യം ഇന്ത്യക്ക് നല്ലപോലെ മഴ കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത്രയേ ഉള്ളൂ. എൻഹാൻസിങ് മൺസൂൺ റെയിൻഫോൾ. എൽനിനോ ഇയേഴ്സിൻ്റെ കാര്യത്തിലോ ഇത് സംഭവിക്കുമോ? ഇത് സംഭവിക്കുന്നില്ല. കാരണം ഇവിടെ എൽയു നിൽക്കുന്ന മറ്റവൻ റൈസിംഗ് ലിംബ് ഈസ്റ്റേൺ പസഫിക്കിലായിപ്പോയി. റൈസിംഗ് ലിംബ് ഈസ്റ്റേൺ പസഫിക്കിലായതുകൊണ്ട് ദ റിവേഴ്സൽ അല്ലെങ്കിൽ വീക്കെൻഡ് വാക്കർ സെൽ വീക്കൻസ് ദി മാസ്കറിൻ ഹൈ. ഈ സൗത്ത് അമേരിക്കൻ ആഫ്രിക്കൻ മേഖലയിലോട്ട് എത്തുന്ന ഈ ഹൈ പ്രഷർ ബെൽറ്റിനെയും വീക്കൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മോയ്സ്ചർ താരതമ്യേന കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസം ഇന്ത്യയിൽ കിട്ടുന്ന മൺസൂണിനെയും ബാധിക്കുന്ന കണ്ടീഷനാണ് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. ഇത്രയുമാണ് അതിൻ്റെ ഒരു എഫക്ഷൻ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫറിക് ടെലികണക്ഷൻസ് പറഞ്ഞാൽ ക്ലൈമറ്റ് അനോമലീസ് ബീങ് റിലേറ്റഡ് ടു ഈച്ച് അതർ അറ്റ് ലാർജ് ഡിസ്റ്റൻസസ്. ഒന്ന്, എസ്നോ പ്രൂവ്സ് ദാറ്റ് ദ ഓഷൻ ആൻഡ് അറ്റ്മോസ്ഫിയർ ആക്ട് ആസ് എ സിംഗിൾ കപ്പിൾഡ് സിസ്റ്റം. എൽനിനോ സദർൺ ഓസിലേഷൻ ഒരു പ്രൂഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷ ഘടകങ്ങളും സമുദ്രവും ഒരു ഡൈപോൾ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന തരുന്നുണ്ട്. ബിക്കോസ് ദീസ് ഇൻട്രാക്ഷൻസ് ആർ ഗ്ലോബൽ, ലോക്കൽ വെതർ ബിക്കംസ് ഇൻക്രെഡിബിളി ഡിഫിക്കൽട്ട് ടു ഫോർകാസ്റ്റ് വിത്ത് 100% ആക്യുറസി. ശരിയല്ലേ? അപ്പോൾ എൽനിനോ ഉണ്ടാകുന്നത് പസഫിക് ഓഷനിലാണെങ്കിലും ഇന്ത്യൻ ഓഷൻ പ്രതിഭാസങ്ങളെയും ഇന്ത്യൻ ഓഷനിൽ ഇറങ്ങേറുന്ന മൺസൂണിനെ അത് സ്വാധീനിച്ചു. അപ്പോൾ ഈ ഗ്ലോബലി ഉണ്ടാകുന്ന പ്രതിഭാസം ആണെന്നിരിക്കെ നമുക്ക് ലോക്കലി ലോങ് ഫോർകാസ്റ്റുകൾ ചെയ്യുന്നതിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കും. നമ്മൾ ചെയ്യുന്ന ഫോർകാസ്റ്റ് അതുപോലെ 100% അക്യുറേറ്റ് ആയിട്ട് നടന്നു കൊള്ളണമെന്നില്ല. ആ സമയത്ത് അവിടെ വെസ്റ്റേൺ പസഫിക്കിലുണ്ടാകുന്ന ഈസ്റ്റേൺ പസഫിക്കിലും ഉണ്ടാകുന്ന ഈ പറയുന്ന മാറ്റങ്ങൾ ഇന്ത്യയുടെ മൺസൂൺ നമ്മളിപ്പോൾ വരില്ല എന്ന് പറയുന്ന ഫോർകാസ്റ്റ് 100% കറക്റ്റ് ആകുന്നതിനെ സ്വാധീനിക്കും. അതൊരു ചാലഞ്ച് തന്നെയാണ്, പ്രെഡിക്റ്റബിലിറ്റി ചാലഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. The Indian summer monsoon is a complex system influenced by both tropical and extratropical atmospheric patterns. അത് നമ്മളിപ്പോൾ തന്നെ കണ്ടതാണ് അല്ലേ? ട്രോപ്പിക്കൽ അറ്റ്മോസ്ഫറിക് പാറ്റേണും എക്സ്ട്രാ ട്രോപ്പിക്കൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫറിക് പാറ്റേൺസും ഒക്കെ കാരണം അഫക്റ്റ് ആവുന്നത് തന്നെയാണ് ഇന്ത്യയിലെ സമ്മർ മൺസൂൺ എന്ന് പറയുന്നത്. While the El Nino Southern Oscillation is the most famous driver, the Arctic Oscillation, North Atlantic Oscillation and the Indian Ocean Dipole also play moderating role in monsoon intensity and timing. ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന കിട്ടുന്ന മൺസൂണിനെ എസ്നോ അല്ലെങ്കിൽ എൽനിനോ സദർൺ ഓസിലേഷൻ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുവെങ്കിലും അതുമാത്രമല്ല ആർട്ടിക് ഓസിലേഷൻസും നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻസ് ആർട്ടിക് ഓസിലേഷൻസ് എന്നിവയെല്ലാം സ്വാധീനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ത്യൻ ഓഷൻ ഡൈപോളും അതിവിടെ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, ഇന്ത്യൻ ഓഷൻ ഡൈപോളും അതിനെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആർട്ടിക് ഓസിലേഷൻ, അത് ഇന്ത്യൻ മൺസൂണിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം. ആർട്ടിക് ഓസിലേഷൻ ആൻഡ് ദി ഇന്ത്യൻ മൺസൂൺ. See, the Arctic oscillation refers to the pressure difference between the Arctic and the mid-latitudes. ആർട്ടിക് മേഖലയും നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയനും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മൾ പൊതുവേ ഈ ആർട്ടിക് ഓസിലേഷൻ എന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് അഫക്ട് ദി ഇന്ത്യൻ മൺസൂൺ പ്രൈമർലി ത്രൂ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ദി ജെറ്റ് സ്ട്രീം ആൻഡ് സൈബീരിയൻ ഹൈ. സൈബീരിയൻ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ഹൈ പ്രഷർ ബെൽറ്റും അതുപോലെ ജെറ്റ് സ്ട്രീമുകളിലും ഇവൻ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ആണ്
ഈവൻ ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കാം അല്ലെങ്കിൽ സ്വാധീനിക്കും എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നേരിട്ട് ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള സൈബീരിയൻ മേഖലയിലെ ഉയർന്ന മർദ്ദവും അതുപോലെ ജെറ്റ് സ്ട്രീം പ്രഭാവങ്ങളെയും പോലുള്ളവയെ ആര് സ്വാധീനിക്കുന്നു? ആർട്ടിക് ഓസിലേഷൻ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ആർട്ടിക് ഓസിലേഷനിലെ പോസിറ്റീവ് ഫേസ് സൂചിപ്പിക്കുന്നത് ലോവർ പ്രഷർ ഓവർ ദി ആർട്ടിക് ആൻഡ് ഹയർ പ്രഷർ ഇൻ ദ മിഡിൽ ലാറ്റിറ്റ്യൂഡ് ആണ്. ദിസ് സ്ട്രെങ്തൻസ് ദി പോളാർ വോർട്ടെക്സ് ആൻഡ് കീപ്സ് കോൾഡ് എയർ കൺഫൈൻഡ് ടു ദി നോർത്ത്. പോസിറ്റീവ് ഫേസ് ആണ് ആർട്ടിക് ഓസിലേഷൻ്റെ കാര്യത്തിലെങ്കിൽ, ആർട്ടിക് ഓസിലേഷൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ഫേസ് ആണ് കാണുന്നതെങ്കിൽ പറയുന്ന കണ്ടീഷൻ ഇതാണ്: ലോവർ പ്രഷർ ഇൻ ദി ആർട്ടിക്. ആർട്ടിക് മേഖലയിൽ എന്ത് പ്രഷറാണ്? ലോ പ്രഷർ. അതുപോലെ മിഡ് ലാറ്റിറ്റ്യൂഡ്സിൽ, അതായത് നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയൻ്റെ ഭാഗമായിട്ട് വരുന്നിടങ്ങളിൽ ഹൈ പ്രഷറുമായിരിക്കുന്ന കണ്ടീഷനായിരിക്കും. അപ്പോൾ ഇത് പോളാർ വോർട്ടെക്സ് അതുപോലെ തന്നെ കോൾഡ് കറണ്ടിനെ നോർത്തിൽ തന്നെ ആർട്ടിക് റീജിയനിൽ തന്നെ കൺഫൈൻ ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കും. കാരണം ഇവിടെ താഴോട്ട് വരുന്നതനുസരിച്ച് താഴോട്ട് പിന്നെ എന്താ പറയുക, മർദ്ദം പ്രഷർ കൂടുതലല്ലേ ഇക്വേറ്ററിൽ. ഒരിക്കലും തണുത്ത കാറ്റ് അതുകൊണ്ട് പ്രഷർ കൂടുതലുള്ള സ്ഥലത്തേക്ക് വരില്ലല്ലോ, പ്രഷർ കുറഞ്ഞിടത്ത് തന്നെയല്ലേ നിൽക്കുള്ളൂ. സാധാരണ പ്രഷർ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് പോകണം. ഇതിപ്പോൾ കുറഞ്ഞിടത്തുനിന്ന് കൂടിയിടത്തേക്ക് എന്തായാലും വരത്തില്ല. അതുകൊണ്ട് അവൻ നോർത്തേൺ റീജിയനിൽ തന്നെ, നോർത്തേൺ പോളാർ റീജിയനിൽ തന്നെ കൺഫൈൻഡ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ് പോസിറ്റീവ് ഫേസിൻ്റെ കാര്യത്തിൽ പറയാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. A strong positive Arctic oscillation in the pre-monsoon month often correlates with a stronger Indian monsoon. ഈ സമയത്ത് ഇതാണ് കണ്ടീഷൻ എങ്കിൽ ആർട്ടിക് ഓസിലേഷൻസ് ഒന്നും ഇന്ത്യയിലേക്ക് കടന്നു വരാതെ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് കടന്നു വരാണ്ട്, കോൾഡ് കറണ്ട് ഒന്നും ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് കടന്നു വരാണ്ട് അവിടെ തന്നെ നോർത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ സംഭവം സേഫാണ്. ഇന്ത്യയിൽ കോൾഡ് കറണ്ടിൻ്റെ പ്രസൻസ് വരാണ്ടിരിക്കുകയും സേഫായിട്ടിരിക്കുകയും ചെയ്യും. ഇന്ത്യക്ക് കാര്യമായിട്ട് മൺസൂൺ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, it helps in the northward shift of the intertropical convergence zone and strengthens the heating of the Tibetan plateau. ടിബറ്റൻ പ്ലാറ്റ്യൂവിനെ അതുകൊണ്ട് തന്നെ ചൂടാക്കാൻ സഹായിക്കുകയും പെട്ടെന്ന് ചൂടാക്കാൻ സഹായിക്കുകയും ആ ചൂട് ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും അവിടേക്ക് പിന്നെ മൺസൂൺ കാറ്റുകൾ ആകർഷിക്കാനും അത് സഹായിക്കുന്നു. ഇതാണ് പോസിറ്റീവ് ആർട്ടിക് ഓസിലേഷൻ ആണെങ്കിൽ നമുക്ക് സംഭവം ബെനിഫിഷ്യലാണ്. ഇന്ത്യക്ക് മഴ കിട്ടുന്ന കണ്ടീഷനാണ് പോസിറ്റീവ് AO എന്ന് പറയുന്ന കണ്ടീഷൻ. പോസിറ്റീവ് AO എന്ന് പറയുന്ന കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് ഒന്നുകൂടി വിചാരിക്കുകയാണ്. അപ്പോൾ ആർട്ടിക് മേഖല, മിഡ് ലാറ്റിറ്റ്യൂഡ്സ്, ഇക്വേറ്റർ, ആർട്ടിക്കിൽ ലോ പ്രഷർ കണ്ടീഷനും മിഡ് ലാറ്റിറ്റ്യൂഡിൽ ഹൈ പ്രഷർ കണ്ടീഷനും. ആർട്ടിക്കിൽ ഓൾറെഡി കോൾഡ് കറണ്ടുകൾ ഉള്ളതാണ്, പക്ഷേ സാധാരണയിലും ലോ പ്രഷറാണ് ആർട്ടിക് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഇവിടെ ഹൈ പ്രഷറാണ്. അപ്പോൾ കോൾഡ് കറണ്ട് ഒരിക്കലും ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലോട്ട് ഫ്ലോ ചെയ്യൂല. അതുകൊണ്ട് ഈ കോൾഡ് കറണ്ടിൻ്റെ പ്രസൻസ് എങ്ങോട്ട് വരില്ല, ഇന്ത്യയുടെ മേഖലയുടെ ഭാഗത്തോട്ടോ ഇന്ത്യൻ ഓഷൻ്റെ ഭാഗത്തോട്ടോ വരില്ല. കോൾഡ് കറണ്ട് വരില്ല എന്നർത്ഥം. കോൾഡ് കറണ്ട് വരാത്തത് കൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് നല്ലപോലെ എന്ത് ചെയ്യാൻ ഇത് പ്രീ മൺസൂൺ ആണ് കേട്ടോ, മൺസൂണിന് തൊട്ട് മുമ്പുള്ള കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ കോൾഡ് കറണ്ട് ഇങ്ങോട്ട് വരാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യൻ്റെ എന്താ പറയുക രശ്മികളേറ്റ് ഈ ഇക്വറ്റോറിയൽ റീജിയന് നല്ലപോലെ ചൂടാവാനും ഈ ചൂട് ഈ പ്രദേശത്തിൻ്റെ പ്രഷർ കുറയ്ക്കുവാനും ആ പ്രഷർ കുറഞ്ഞത് കാരണം ആ ഭാഗത്തേക്ക് മൺസൂൺ കാറ്റുകളെ ആകർഷിച്ച് മഴ പെയ്യ്ക്കുവാനുള്ള കണ്ടീഷൻ ആക്സിലറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് പോസിറ്റീവ് AOയുടെ കണ്ടീഷൻ. ആർട്ടിക് ഓസിലേഷൻ പോസിറ്റീവ് ആണെങ്കിലുള്ള കണ്ടീഷൻ. അപ്പോൾ പോസിറ്റീവ് ആണ് AO എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇന്ത്യക്ക് മഴ കിട്ടും എന്ന് പഠിച്ചു. സെറ്റ്, മഴ കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി നെഗറ്റീവ് ആയാലോ? ഇവൻ നെഗറ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ തിരിച്ച ഹൈ പ്രഷർ ഓവർ ദി ആർട്ടിക് പുഷസ് ദി കോൾഡ് പോളാർ എയർ സൗത്ത്വേർഡ് ഇൻ ദി മിഡ് ലാറ്റിറ്റ്യൂഡ്സ്. ഇപ്പോൾ പറഞ്ഞതിന് നേരെ തിരിച്ചാലോചിച്ചാൽ മതി. ആർട്ടിക്കിൽ എന്ത് പ്രഷർ വരും? ഹൈ പ്രഷർ സിറ്റുവേഷനും ഇക്വറ്റോറിയൽ റീജിയനിലോ ലോ പ്രഷർ സിറ്റുവേഷനും. സ്വാഭാവികമായിട്ട് ഹൈ പ്രഷറിൽ നിന്നും കോൾഡ് കറണ്ട് എങ്ങോട്ട് വരും? ഇവിടെ കോൾഡ് കാറ്റ് ലോ പ്രഷർ റീജിയനിലോട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷർ റീജിയൻ എന്ത് ചെയ്യും? തണുത്ത് നിൽക്കും. ഈ തണുത്ത് നിന്ന ഇന്ത്യൻ മേഖലയിലേക്ക് കാര്യമായിട്ട് സൂര്യപ്രകാശം റിസീവ് ചെയ്ത് ചൂടാവുകയോ മൺസൂണിനെ ഒരുപാട് അങ്ങോട്ട് ആകർഷിക്കാനോ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിലും മൺസൂൺ ഡിലേ ആവും, ഒന്നുകിൽ ഡിലേഡ് മൺസൂൺ, അല്ലെങ്കിൽ വീക്കർ മൺസൂൺ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നെഗറ്റീവ് AO ഫേസ് ആണെങ്കിൽ ഇന്ത്യയുടെ മൺസൂണിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇതാണ് ആർട്ടിക് ഓസിലേഷൻസ് ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന രീതി എന്ന് പറയുന്നത്. Now we have to look at the North Atlantic Oscillation. നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷനെ പറ്റിയിട്ടുള്ള കാര്യമാണ് നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക്. The North Atlantic Oscillation is defined by the pressure gradient between the Icelandic low and the Azores high. It influences India by sending planetary scale waves, Rossby waves എന്ന് പറയും, അക്രോസ് യുറേഷ്യക്ക് അക്രോസ് ആയിട്ട് ഒരു പ്ലാനറ്ററി സ്കെയിൽ വേവ്സിൻ്റെ, റോസ്ബൈ വേവ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വേവ്സിൻ്റെ സെൻഡിങ് കാരണം
ഇന്ത്യൻ്റെ മൺസൂണിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘടകമാണ് നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ എന്നത് വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടാൻ പോകുന്നത്. അതിൻ്റെ കണക്ഷൻ ഇതാണ്. പോസിറ്റീവ് ഫേസ് ആണെങ്കിൽ, ഇപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, എ വെരി സ്ട്രോങ് അസോറീസ് ഹൈ ആൻഡ് എ ഡീപ്പ് ഐസ്ലാൻഡിക് ലോ ഗെറ്റ്സ് ക്രിയേറ്റഡ്. ഐസ്ലാൻഡ് മേഖലയിൽ ഒരു വളരെ വലിയൊരു ലോ പ്രഷർ റീജിയനും അസോറിസ് മേഖലയിലൊരു ഹൈ പ്രഷർ റീജിയനും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നതാണ്. This setup creates a strong pressure gradient that accelerates the westerlies. ഇവൻ എന്തിനെ ആക്സലറേറ്റ് ചെയ്യും? വെസ്റ്റർലികൾ അതായത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് കാറ്റ് വീശുന്നതിനെ ഇവൻ എക്സാജറേറ്റ് ചെയ്യും, ഇവൻ ആക്സലറേറ്റ് ചെയ്യും. ദീസ് വിൻഡ്സ് ക്യാരി വാർമർ എയർ അക്രോസ് ദി യൂറോപ്പ് ആൻഡ് സൈബീരിയ. അപ്പോൾ യൂറോപ്പ്, സൈബീരിയ പോലുള്ള മേഖലകൾക്ക് മുകളിലൂടെ എന്തെത്തിക്കാൻ ഇവൻ കാരണമാവും? വാം കറൻസ് എത്തിക്കാനായിട്ട് കാരണമാകും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ this reduced the snow cover over Eurasia and warmer temperature over the Tibetan plateau enhances the land-sea thermal contrast. ഈ ചൂട് കാറ്റ് ടിബറ്റൻ പ്ലാറ്റ്യൂവിൻ്റെ, ഇപ്പോൾ സൈബീരിയ എന്ന് പറയുമ്പോൾ മുകളിൽ റഷ്യയുടെ ഭാഗമായിട്ട് വരുന്നതാണ്, വിച്ച് ഇസ് ഇൻ കണക്ഷൻ വിത്ത് ടിബറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് കണക്ട് ചെയ്ത് വരും. അപ്പോൾ ഈ ചൂട് കാറ്റുകൾ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വെസ്റ്റേർലീസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ടിബറ്റൻ പ്ലാറ്റ്യൂവിനെ കൂടുതൽ വാമറാക്കുകയും യുറേഷ്യൻ മേഖലയെ മൊത്തത്തിൽ കൂടുതൽ വാമറാക്കുകയും ലാൻഡ് സീ തെർമൽ കോൺട്രാസ്റ്റ്, അതായത് ലാൻഡും സീയും തമ്മിലുള്ള ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദിസ് യൂഷ്വലി റിസൾട്ട് ഇൻ എബവ് നോർമൽ റെയിൻഫോൾ ഡ്യൂറിങ് ദി മൺസൂൺ സീസൺ. ഇത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന മൺസൂണിനെ സാധാരണയിലും കൂടുതലാകുന്നതിന് സ്വാധീനിക്കുന്ന ഘടകമാണ്. ടിബറ്റൻ പ്ലാറ്റ്യൂ കൂടുതൽ ചൂടാവും. ആ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചൂടായി ഉയരുന്ന കാറ്റ് നേരെ ആഫ്രിക്കൻ കോസ്റ്റിൽ വന്ന് തണുത്തടിയുകയും ആഫ്രിക്കയുടെ ഭാഗമായിട്ട് വരുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകളിലേക്ക് ഇത് മോയ്സ്ചർ ആഡ് ചെയ്യുകയും ഇന്ത്യയിൽ കൂടുതൽ മഴ കിട്ടുന്നതിന് കാരണമാവും. ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ തിയറി നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ആ ടിബറ്റൻ ഹീറ്റ് എഞ്ചിൻ തിയറി പഠിച്ചതിന് സമാനമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ഇവൻ കൊണ്ടുവന്നെത്തിക്കുക. അപ്പം നേരിട്ട് ഇവൻ ഇന്ത്യൻ്റെ മൺസൂണിനെ സ്വാധീനിക്കുന്നതായിട്ടല്ല പറയുന്നതെങ്കിലും ഐസ്ലാൻഡ്, അസോറീസ് പോലുള്ള മേഖലകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അറ്റ്ലാന്റിക് ഓഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ ഡിഫറൻസസ് ആക്ച്വലി വെസ്റ്റർലീസിനെ സ്ട്രെങ്തൻ ചെയ്യും. ആരെ സ്ട്രെങ്തൻ ചെയ്യും? വെസ്റ്റർലികളെ, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് വീശുന്ന കാറ്റുകളെ സ്ട്രെങ്തൻ ചെയ്യും. ആൻഡ് ദോസ് വിൻസ് ആർ ആക്ച്വലി വാർമർ ദാൻ ദി യൂഷ്വൽ വിൻസ് ആൻഡ് ദിസ് വാം കറണ്ട് ഇസ് ക്യാരിഡ് ഓവർ ടു ദി സൈബീരിയൻ പെനിൻസുല, അല്ലെങ്കിൽ യുറേഷ്യൻ പ്ലാറ്റ്യൂവിലേക്ക്, അല്ലെങ്കിൽ യുറേഷ്യൻ റീജിയനിലൂടെ ഈ വാമർ കറണ്ട് കടന്നു വരുന്നതിൻ്റെ ഭാഗമായി ടിബറ്റൻ മേഖല ചൂടാവുകയും, ടിബറ്റ് ചൂടായി കഴിഞ്ഞാൽ ടിബറ്റിൽ നിന്നുള്ള വാമർ എയർ ഉയർന്നു പൊങ്ങി പോകുന്നത് അങ്ങ് ആഫ്രിക്കൻ റീജിയനിൽ പോയി സംഗം ചെയ്യുകയും സൗത്തിൽ നിന്ന് വരുന്ന മഴക്കാറ്റുകളിലേക്ക് അത് കൂടുതൽ മോയ്സ്ചർ ആഡ് ചെയ്യുകയും അത് ഇന്ത്യയിൽ കൂടുതൽ മഴ പെയ്യുന്നതിന് കാരണമുണ്ടാകുന്നു. മനസ്സിലാവും. അപ്പോൾ പോസിറ്റീവ് ഫേസ് ഓഫ് ദി നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻസ് ക്രിയേറ്റ്സ് മോർ റെയിൻഫോൾ ഇൻ ഇന്ത്യ. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞ കാര്യം സെറ്റാണ്. നെഗറ്റീവ് ഫേസ് ആകുമ്പോൾ നേരെ തിരിച്ച് ആലോചിച്ചാൽ മതി. നെഗറ്റീവ് ഫേസ് വീക്ക് പ്രഷർ ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ അസോറീസും ഐസ്ലാൻഡും ആയിരിക്കും. ജെറ്റ് സ്ട്രീം സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള മൺസൂൺ ബ്രേക്ക് ഉണ്ടാകുന്ന കണ്ടീഷനിൽ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ മൺസൂൺ ബ്രേക്ക് കുറച്ചുകൂടിയൊക്കെ, മൺസൂൺ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മൺസൂൺ തുടങ്ങിയിട്ട് ഇടയ്ക്കൊരു കുറച്ച് ദിവസങ്ങളിലേക്ക് മൺസൂൺ കിട്ടാതിരിക്കുന്ന കണ്ടീഷൻ വരും. ഒന്നുകിൽ വളരെ ലോങ്ങർ ആയിട്ടുള്ള മൺസൂൺ ബ്രേക്ക് കിട്ടുക, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മഴയുടെ അളവിൽ കുറവൊക്കെ സംഭവിക്കുകയൊക്കെ ആയിരിക്കും. നെഗറ്റീവ് നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് കിട്ടുന്ന മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ എന്നും നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്. സോ ദിസ് ഇസ് ദി രത്ന ചുരുക്കം ഓഫ് ദീസ് ഇമ്പാക്ട്സ്. നമ്മൾ ഇന്ന് പഠിച്ച ഈ ഇമ്പാക്റ്റുകൾ മൂന്നെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിൽ പിന്നെ ഏതുണ്ട്? എൽനിനോ ലാനിന പ്രതിഭാസമുണ്ട്, എൽനിനോ സത്തേൺ ഓസിലേഷൻ, എൻസോ എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. അതെങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള മഴയെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള മഴയെ സ്വാധീനിക്കുന്നു നമ്മൾ പറഞ്ഞു. എൽനിനോ ആവുന്ന സമയത്ത് വീക്കർ റെയിൻഫോൾ ആണ്, ലാനിനോ വരുന്ന സമയത്ത് സ്ട്രോങ്ങർ റെയിൻഫോൾ ആണ്. ഓക്കെ. അപ്പം ഏത് IOD, നമ്മുടെ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ, IOD നമുക്കിനി പഠിക്കാനുണ്ടേ, അതിലേക്ക് നമുക്ക് പോവാം. IOD നമ്മൾ പഠിക്കും. അതിനു മുമ്പ് ഈ ഒരു കാര്യം ഏതായിരുന്നു? നമ്മുടെ സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് SOIയുടെ വാല്യൂസ് എങ്ങനെയാണ്, അതെന്തിനെ സ്വാധീനിക്കും? SOIയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? SOIയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് ന്യൂട്രൽ ഫേസിനെ സൂചിപ്പിക്കുന്നു. ലാർജർ പോസിറ്റീവ് ആണെങ്കിൽ ലാനിനെ സൂചിപ്പിക്കുന്നു. SOIയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് എൽ നിനോയെ സൂചിപ്പിക്കുന്നു എന്നതൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ എൽ നിനോ മഴ കുറയ്ക്കുന്ന കണ്ടീഷൻ, അതായത് സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഇന്ത്യയിലെ മഴ കുറയും. സതേൺ ഓസിലേഷൻ ഇൻഡെക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇന്ത്യക്ക് അത്യാവശ്യം മഴ കിട്ടും. ലാർജ് പോസിറ്റീവ് ആണെങ്കിൽ നല്ല മഴ കിട്ടും എന്ന് പറയുന്ന കണ്ടീഷനിലേക്കാണ് എൽനിനോ ലാനിന പ്രതിഭാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുക. അതുപോലെ ആർട്ടിക് ഓസിലേഷൻസും അതുപോലെ നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻസിൻ്റെയും കാര്യവും നമ്മൾ സൂചിപ്പിച്ച കണ്ടീഷൻ, ഏറ്റവും അവസാനം നമ്മളത് രണ്ടുമാണ് സൂചിപ്പിച്ച് നിർത്തിയത്. അതിൻ്റെ ഒരു സമ്മിങ് അപ്പ് ആയിട്ടുള്ള ഒരു ടേബിളാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ഓൾ വാട്ട് വി നീഡ് ടു ഡിസ്കസ് ഫോർ ദിസ് പെർട്ടിക്കുലർ സെഷൻ. ഈ ഒരു സെഷനിൽ നമ്മളിതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓഷ്യാനിക് കണ്ടീഷൻ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെയൊക്കെ സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
3 പേരെയാണ് നമ്മളിന്ന് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരല്പം കൺഫ്യൂസിങ് ആണ്, ഒരല്പം ഗ്ലോബലാണ്. ഒരുപാട് പുതിയ ആൾക്കാരും പുതിയ സംഭവങ്ങളിനെ പറ്റിയിട്ടൊക്കെ ഉള്ള പരാമർശങ്ങൾ അതിനകത്ത് വരും. അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം, ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യകത ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ചോദ്യങ്ങളിൽ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കും എന്നതാണ് എൻ്റെ ഒരു നിഗമനം. സോ ദാറ്റ് ബീയിങ് സെഡ്, നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം ഇതിൻ്റെ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കണ്ടിന്യൂവേഷനുമായി കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം മക്കളെ. താങ്ക് യു.